അതാ ഒരു സംഭവം തന്നെ നമുക്ക് വായിക്കാം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു. മഹാന്മാരെ പേരൊക്കെ കേൾക്കുമ്പോൾ ഉറക്ക തീർന്നിയത്തില്ല. അതിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഈ സദസ്സ് അങ്ങോട്ട് കബൂലാകണം. നിറഞ്ഞു നിൽക്കുന്ന സദസ്സ്, ഈ സദസ്സ് കാണാനുള്ള ഭംഗി പോലെ അല്ലാഹു ഈ സദസ്സിനെ സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിൽ ഒരുപാട് കാലം അധ്യാപനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ വളർന്നു വന്ന ഒരാളാണ്. എല്ലാവർക്കും അറിയാലോ, ചെറുപ്പം മുതൽ 10 കൊല്ലം നീണ്ട 10 കൊല്ലം റസൂലുള്ളാഹിയുടെ ശിക്ഷണത്തിൽ വളർന്നയാളാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, വകാന റജുലുൻ ജാലിസൻ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജാഅഹു വലദുൻ ലഹു ഫഅഖദഹു വഅജ്ലസഹു ഫീ ഹിജ്രി. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് തമാശ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നബിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരാള്. അപ്പൊ ഞാനും അവിടെ ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നബിയുടെ ഹാദിമാണ്. ഒരു നിലക്കും വിട്ടുപോകാറില്ല, എപ്പോഴും കൂടെ ഉണ്ട്. നബിന്റെ വീട്ടിലേക്ക് ഭാര്യമാർക്കൊക്കെ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിരുന്നത് ഈ അനസ് എന്ന് പറയുന്ന 10 വയസ്സുള്ള കുട്ടിയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനും അവിടെ ഉണ്ട്. ഒരാൾ റസൂലുള്ളാഹിയോട് വന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കെ ഫജാഅഹു വലദുൻ ലഹു, അയാളുടെ ആൺകുട്ടി, പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ, മസ്ജിദ് നബിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മനുഷ്യന്റെ പുര, ഈ സഹാബിയുടെ പര. അയാളുടെ മോന് വാപ്പ തങ്ങളെ കൂടെ സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോ മോനൊരു ഭയങ്കര താല്പര്യോ, ഞാനും പോകട്ടെ. ഓടി വന്ന ആ കുട്ടി, ആ സമയത്ത് ആ കുട്ടിയെ എടുത്തു, ആ കുട്ടിയെ ചുംബിച്ചിട്ട് ആ കുട്ടിയെ മടിയിലിരുത്തി. ആ കുട്ടിയോട് വരുമ്പോ കുട്ടീനെ എടുത്തിട്ട് ഒന്ന് ഉഷാറായിട്ടൊരു ചുടുമുത്തം കൊടുത്തിട്ട് ആ കുട്ടിനെ മടിയിൽ അവിടെ എത്തി. വഅജ്ലസഹു ഫീ ഹിജ്രിഹി, അയാളുടെ മടിയിൽ എടുത്തു വെച്ചു. അങ്ങനെ വീണ്ടും സംസാരം തുടർന്നപ്പോ ഇയാളുടെ വീട്ടിൽ നിന്ന് ഇതിന്റെ തൊട്ട് മുകളിലുള്ള പെൺകുട്ടി, ഈ കുട്ടിക്ക് 2 വയസ്സാണ്, മറ്റൊരു 4 വയസ്സ് നമുക്ക് സങ്കല്പിക്കാം. തൊട്ട് മുകളിലുള്ള ഒരു കൊച്ചു ബാലിക, ഒരു പെൺകുട്ടി, അവൾ ഇത് കണ്ടു. ആ ബാലിക ഓടി വന്നു. വാപ്പയും കുഞ്ഞാങ്ങളെയും റസൂലുള്ളാഹിയോട് കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ താല്പര്യത്തിൽ ഓടി വന്നപ്പോ ഇയാൾ എന്ത് ചെയ്തു? പെൺകുട്ടി വന്നപ്പോ ഫഅഖദഹാ ഫഅജ്ലസഹാ ഫീ ജംബിഹി, ആ കുട്ടിനെ പിടിച്ചിട്ട് അയാൾ തറയിൽ അവിടെ ഇരുത്തി. ആൺകുട്ടി വന്നപ്പോ എടുത്ത് ചുംബിച്ച് മടിയിൽ വെച്ചു. ഈ കുട്ടി വന്നപ്പോ ഈ കുട്ടിയെ പിടിച്ചിട്ട് നിലത്തവിടെ ഇരുത്തി. സുബ്ഹാനല്ലാഹ്, ഇതങ്ങോട്ട് കണ്ടപ്പോഴേക്ക് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ മുഖം അങ്ങോട്ട് വിവരണമായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്തുകൊണ്ട് നീ ഇവർക്ക് രണ്ടാൾക്കും ഇടയിൽ നീതി പാലിച്ചില്ല? റസൂലുള്ള ഗൗരവത്തില്ല. ആൺകുട്ടി വന്നപ്പോ എടുത്ത് ചുംബിച്ച് മടിയിൽ എടുക്കവളെ ചുംബിച്ചിട്ട് അടുത്ത കാലിൽ അവളെയും കയറ്റിയിരുത്തു എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രത്തോളം നീതി പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമെങ്കിൽ 2 ഏക്കർ 3 ഏക്കർ സ്വത്ത് ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ല. ഉറപ്പന്നെ. നേരത്തെ പറഞ്ഞതുപോലെ കോഴി ഇടുന്ന മുട്ടയൊക്കെ ഒരാൾക്ക് തന്നെ ആയാൽ പറ്റില്ല. ചെറിയ കുട്ടികളോട് കൂടുതൽ സ്നേഹവും പരിഗണനയും ഒക്കെ ആവശ്യമായിരിക്കും ചെറിയ കുട്ടി എന്നുള്ള നിലക്ക്, അതാവാം. പക്ഷെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിലാവരുത്. അതൊക്കെ ആ ചർച്ച ചെയ്തെടുത്ത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവാം, അതുപോലെ വലിയവരോട് കാണിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ കാണിക്കാൻ കഴിയുന്നത് പോലെ, ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും യാത്ര പോവുകയാണെങ്കിൽ ഗൾഫിലേക്ക് ഇറങ്ങുന്ന ചെറുപ്പക്കാർക്കൊക്കെ പലപ്പോഴും പരിചയമുണ്ടാവും. യാത്ര ചൊല്ലി തിരിയുന്ന സമയത്ത് ചെറിയ കുട്ടി, 1 വയസ്സുള്ള കുട്ടി, 2 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയെ എടുത്തിട്ടൊന്ന് ഉമ്മ വെച്ചിറങ്ങും. അപ്പൊ 3 വയസ്സുള്ള മോൻ ഓടി വരും. അപ്പൊ അതിനെ പിടിച്ചിട്ട് അതിനും കൊടുക്കുന്ന ഒരു ഉമ്മ. അപ്പോഴായിരിക്കും 6 ഓ 7 വയസ്സുള്ള പെൺകുട്ടി അവള് വാതിൽപ്പാളിയിലൂടെ അങ്ങനെ എത്തി നോക്കുന്നത്. നമ്മൾ അവളെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അവളുടെ ആ നോട്ടത്തിൽ വല്ലാത്തൊരു ദയനീയതയുണ്ട്. ആ നോട്ടത്തിൽ ചിലതൊക്കെ നമ്മൾ വായിച്ചെടുക്കണം. എന്താ മൂപ്പരെ, നമ്മളും നിങ്ങളുടെ തന്നെ അല്ലേ എന്നുള്ളൊരു ചോദ്യവും ആ നോട്ടത്തിലുണ്ട്. വായിച്ചെടുക്കാൻ കഴിയണം. ആ മകളെ പിടിച്ചിട്ട് അവളെ കൊണ്ട് ചെയ്യാവുന്ന രൂപത്തിലുള്ള ഒരു സ്നേഹപ്രകടനം അവൾക്കും വേണം. 6 7 വയസ്സൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ അവളെയും പിടിച്ചൊന്ന് ചുംബിക്കുക. എന്നാൽ പ്രായം കുറെ കൂടുതലാകുമ്പോൾ മക്കളെ ചുംബിക്കുന്നതിന് വിരോധമില്ല. എന്നാലും പ്രായത്തിനനുസരിച്ചൊരു മര്യാദ വേണം. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കല്യാണം കഴിയുന്നത് വരെ എന്റെ പൊന്നുപ്പ എന്നെ മുഖത്ത് ചുംബിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് പിറ്റേ നരിയാരുടെ കൂടെ ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി നിന്ന് എന്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ച് അവസാനിപ്പിച്ചു എന്ന് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. കാരണം ഒരാണിന്റെ ചൂടും സുഖവും ഒക്കെ അറിഞ്ഞു വരുന്ന ഒരു പെണ്ണ്, ഇവളൊരു പെണ്ണായി കഴിഞ്ഞു എന്ന ബോധത്തിൽ നിന്ന് റസൂലുള്ളാഹി അവൾക്ക് വേണ്ടതുപോലെയുള്ള ഒരു സമീപനമാണ് നടത്തുന്നത്.
ഓരോരുത്തരും വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്നിങ്ങനെ തടവി കൊടുക്കുക. എന്താണോ നമ്മളെ കൊണ്ടാവുന്നത് അവരെയും തൃപ്തിപ്പെടുത്താൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല, ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ പിന്നെ കാര്യം വിട്ടുള്ള കൈ എങ്ങനെയാ അനുവദിക്കാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇത് വളരെ ഗൗരവത്തോടെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് കാണുക. ഭ്രമമായാൽ നീതി നിഷേധിക്കപ്പെടും, നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നല്ല. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മകൻ, ആ മകനെ വിളിച്ചുണർത്താനുള്ള വോയിസ് വാപ്പക്ക് നഷ്ടപ്പെടും. പെണ്ണിനോട് പറഞ്ഞതുപോലെ തന്നെ ആണിനോട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുണ്ട്. എത്രയോ മാപ്പമാരില്ലേ, നേരം വെളുത്താൻ അവർ എഴുന്നേറ്റ് നിസ്കരിക്കും. സുബഹിയുടെ ബാങ്ക് കേട്ടാൽ പിന്നെ അവർ പായയിൽ കിടക്കില്ല, ബെഡിൽ കിടക്കില്ല, എഴുന്നേറ്റു നിസ്കരിക്കുന്നു. ഒരു ജുസ് ഖുർആൻ ഓതിയിരിക്കുന്ന എല്ലാം റെഡിയാ, നല്ല ഉപ്പ, നല്ല ഉമ്മ. പക്ഷേ തൊട്ടടുത്ത റൂമില് 30 വയസ്സുള്ള മകനും ഭാര്യയും കിടന്നുറങ്ങ 8 മണിക്ക് എഴുന്നേൽക്കുള്ളൂ എന്ന് വാപ്പക്കറിയാം. പക്ഷെ ആ വാപ്പ വാതിലിൽ മുട്ടിയിട്ട് മക്കളെ എഴുന്നേൽക്ക് എന്ന് പറയാനുള്ള വോയിസ് വാപ്പക്കില്ലാതെ പോയാൽ ഈ വാപ്പക്ക് മകനോടുള്ളത് സ്നേഹമല്ല, ഭ്രമമാണ്. തിരിച്ചറിയാൻ ഓരോ വാപ്പമാരും ഒരുങ്ങണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഉണർത്തുകയാണ്. ഇതൊരു മഹാദുരന്താണെന്ന് നമ്മുടെ നാട്ടിൽ. നല്ല വാപ്പാരും മക്കളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. അതെങ്ങനെയൊക്കെ ആവട്ടെ എന്നുള്ള ശൈലിയാണ്. മക്കളുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. അതിനിപ്പോ നമ്മളെന്താ, നിങ്ങളെ മകനെ നിങ്ങൾ ഇത്രയൊക്കെ ഉഷാറായിട്ട് എന്താ മകന്റെ കാര്യത്തിൽ നിങ്ങൾ അതിപ്പോ ഗൾഫിൽ നിന്നൊക്കെ വന്നതാ, കുറച്ചേരം ഒന്ന് കിടന്നോട്ടെ എന്ന് വിചാരിച്ചതാണ് എന്ന് പറയുന്ന ആ ചുറ്റുപാടാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വന്നേ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിയെ സ്നേഹിച്ചത് എന്ത് കടുപ്പത്തിലല്ലേ. പക്ഷേ സുബഹിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ റസൂലിനെ മുട്ടി. എത്രയോ അനുഭവങ്ങളിലെ ഹദീസിനെ കാണല്ലേ. റസൂലിനെ എഴുന്നേറ്റ് പോകുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റ് പോകുമ്പോൾ അലിയാരെ വിളിക്കേണ്ട ഒരവസ്ഥ വരില്ല. ആ ദമ്പതികൾ എന്നും രാവിലെ എഴുന്നേൽക്കും. ഒരു ദിവസം ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ റസൂൽ അങ്ങനെ വിളിച്ചപ്പോ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. റസൂലുള്ളാഹിനെ കൊണ്ട് വിളിപ്പിച്ചല്ലോ, റസൂലുള്ള വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കേണ്ടിയിരുന്നല്ലോ എന്ന ആ ഒരു സമ്മൽ ഒഴിവാക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, ആത്മാവ് ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല, പടച്ചറബിന്റെ നിയന്ത്രണത്തിലാണ് കേട്ടോ. ഞങ്ങളെ കിടത്തിയുറക്കിയതും ഞങ്ങളെ ഉണർത്തുന്നതുമൊക്കെ പടച്ചറബാണ്. എന്താ നബിയെ കാട്ട, പടച്ചവനാട് ഉറക്കിയാൽ അങ്ങനെ ഉണ്ടല്ലോ. എല്ലാം പടച്ചവന്റെ പേരിൽ പറയുന്ന ഒരു കോലണ്ടേ നമുക്ക് ചിലപ്പൊക്കെ. പടച്ചപ്പം അങ്ങനെ കാട്ടിയാൽ എന്താ കാട്ടാൻ? ഇത് തമാശയായിട്ട് പറഞ്ഞത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. പടച്ചവനാട് ഉറക്കിപ്പോയി, നബി എന്താ ചെയ്യുന്നത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മനുഷ്യൻ വല്ലാത്ത തർക്കിയാണ് കേട്ടോ. റസൂൽ അവിടെ ഉപയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല എന്നുള്ള ആയത്ത് അപ്പൂതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതന്നെയാണ് ന്യായം. എപ്പോഴും മനുഷ്യൻ പറയാൻ തർക്കിക്കൂട്ടോ എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് തമാശയായിട്ട് റസൂലുള്ള തിരിച്ചും പറഞ്ഞു. അലിയാരും തിരിച്ചുകൊണ്ടത് ഉൾക്കൊണ്ടു. ഞാൻ പറഞ്ഞത്, നേരം വൈകിയാൽ അല്ലാഹുവിന്റെ റസൂൽ അവരെ വിളിക്കാതിരുന്നിട്ടില്ല. എന്തൊരു സ്നേഹമുള്ള, നമ്മളൊക്കെ നേരെ മറിച്ച് തിരിച്ചാണ് നമ്മുടെ അനുഭവം. പുതിയാപ്പിളമാരൊന്നും കിടന്നുറങ്ങുമ്പോൾ ഒരിക്കലും ശല്യം ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ മദ്ഹബ്. സുബ്ഹി ഖളാക്കിയാലും ശരി വിളിക്കാൻ പാടില്ല എന്നുള്ള, സുബ്ഹി ഖളാക്കിയാലും പുതിയാപ്പിളനെ വിളിക്കാൻ പാടില്ല എന്നല്ല. പ്രത്യേകിച്ച് പുതിയാപ്പിളത്താനുള്ള നാട്ടിലേക്കൊക്കെ പോയാൽ കൂടുതലും. പുതിയാപ്പിള ഭയങ്കര രാജാവായി വാഴുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, മേഖലകളുണ്ട്. അവിടെയൊക്കെ ചെന്നാൽ തീരെ ഇനി 10 മണി വരെ എഴുന്നേറ്റില്ലെങ്കിൽ ഒരു തർക്കവുമില്ല, ആർക്കും ഒരു എതിർപ്പുമില്ല. ഇതായിരിക്കാം ഖബറിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്ന നം കനൗമത്തിൽ അറൂഫ്. ഖബറാളിയോട് പറയും, നല്ല ഖബറാളിയോട് അങ്ങനെയാണല്ലോ പറയുന്നത്, പുതിയാപ്പിള ഉറങ്ങും പോലെ ഉറങ്ങിക്കോ. അന്ന് സുബഹിക്കരിക്കാൻ അടക്കാൻ നമ്മൾ വിളിച്ച് ശല്യപ്പെടുത്തില്ല. അത് നമ്മുടെ ഒരു ശൈലിയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദര, ശരിക്കാലോചിക്ക. മക്കളോടുള്ള സ്നേഹം ഭ്രമമായി മാറുന്നുണ്ടോന്ന് ആലോചിക്കാൻ പറ്റിയ സമയമാണ്. പേക്കൂട്ടുകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല മക്കളുടെ. എന്താ കാരണം? മക്കളോട് സ്നേഹം മുട്ടാൻ. എന്തിനധികം നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദർശം പോലും പണയമായി പോകും മക്കളോടുള്ള സ്നേഹത്തിനും ഭ്രമത്തിനും മുമ്പില്. ഭാര്യയോടുള്ള ഭ്രമത്തിനു മുമ്പിൽ ആദർശം പണയമാകും പോലെ മക്കളോടുള്ള സ്നേഹത്തിനു മുമ്പിലും ആദർശം പണയമായി പോകുന്ന ചുറ്റുപാടുണ്ട്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ കഹ്ഫിന്റെ 80-ാം വചനം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് ഈ ഒരു വലിയ സത്യമാണ്. മക്കളോട് ഭ്രമം മൂത്താൽ ആദർശം പണയമാകും. സൂറത്തുൽ കഹ്ഫിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു, മക്കളോട് സ്നേഹം മൂത്താൽ പിന്നെ ആദർശത്തിന് വില നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. എത്ര വാപ്പാരി ഈ സദസ്സിലുണ്ടാകും. ചിലപ്പോൾ ഈ സദസ്സിൽ 8-10 പേരൊക്കെ ഇത്തരം ഇരകൾ ഒരുപക്ഷെ സദസ്സിലിരിക്കുന്നുണ്ടാവും.
കാരണം ഇന്ന് ഈ ദുരന്തം വളരെ വ്യാപകമാണ്. എന്റെ ബദർ ബൈത്ത് ചൊല്ലിയിട്ട് ഗൾഫിക്ക് പോയ മകൻ, മങ്കൂസ് മൗലിദ് ചൊല്ലിയിട്ട് ഗൾഫിക്ക് പോയ മകൻ തിരിച്ചു വരുന്നത് പക്കാ വിദേഹത്തുകാരനായിട്ട്. വാപ്പ നല്ല സുന്നിയാണ്, പക്കാ സുന്നിയാണ്. സുന്നി എന്ന് പറഞ്ഞാൽ രക്തം തിളക്കുന്ന വാപ്പയാണ്. അത്തരം ഒരു വാപ്പനെ എനിക്ക് പരിചയമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ, ഒരു വാപ്പ അയാൾക്ക് തങ്ങോട്ട് കേട്ടാല് സുന്നീന്ന് കേട്ടാൽ രക്തം ഇങ്ങനെ തിളക്കും. ആ വാപ്പ മകനെ ഗൾഫിക്ക് പറഞ്ഞയച്ചു, മൗലിദും റാത്തിബും ഒക്കെ നടത്തിയിട്ടാ ഗൾഫിക്ക് വിട്ടത്. അവൻ തിരിച്ചു വരുമ്പോ ഒരു കൊട്ട സീഡി ആയിട്ട് അവൻ തിരിച്ചു വരുന്നത് വിദേഹത്തിൽ, വീട് മുഴുവൻ ദുഷിപ്പിക്കാൻ. അള്ളാഹു ഇത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിർ സമാനിൽ വരും എന്ന് പറഞ്ഞ കപടന്മാര്, ചതിയന്മാര്, അവരെ തൊട്ട് നമ്മുടെ കുടുംബത്തെ അള്ളാഹു കാക്കട്ടെ, നമ്മുടെ കുടുംബത്തെ അള്ളാഹു കാക്കട്ടെ. നമ്മുടെ മക്കളിൽ ഒരു വിത്ത് പോലും അള്ളാഹു ഇത്തരത്തിലുള്ളത് ഇടുന്നതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വലിയ വിഷമാണ്. ഇവൻ വീട് നിയന്ത്രിക്കാൻ തുടങ്ങിയതോടുകൂടെ വാപ്പന്റെ പഴയ സ്ട്രോങ് അങ്ങോട്ട് കുറഞ്ഞു. നമ്മൾ ചോദിച്ചല്ല, എന്താ ആചാര്യം നിങ്ങൾക്കിപ്പോ കുറച്ച് സ്ട്രോങ് കുറഞ്ഞല്ലോ, പഴയതുപോലെ സുന്നത്തിയമായത്തിൽ സ്ട്രോങ് ഇല്ലല്ലോ, ശക്തിയില്ലല്ലോ. ഉടനെ തന്നെ പറയുന്ന മറുപടി, അതെ ഒന്നുമല്ല, ഇപ്പോ വീട്ടിലെ ചെലവ് അവന്റെ മണിപ്പൈസ എന്നാണ് നടക്കുന്നത്, കുട്ടിന്റെ മണിപ്പൈസ എന്നാണ് വീട്ടിലെ ചെലവ് നടക്കുന്നത്. അപ്പൊ ഇനി ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, അവന് അത് വേണ്ടത്ര ഇഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ സജീവാകുന്നില്ല, ഞാൻ സുന്നി തന്നെയാണ്. എന്തോ നിങ്ങൾ അയഞ്ഞു, നിലപാടയഞ്ഞു. ആദർശം പോലും പണയമായി പോകൂ. എത്ര സത്യമല്ലേ. സ്വന്തം മക്കൾ വേണ്ടാത്തരത്തിലേക്ക് പോകുമ്പോൾ മക്കളോടുള്ള സ്നേഹം കാരണം അത് പലപ്പോഴും മക്കളുടെ മണിപ്പൈസയിൽ നിന്ന് വീട്ടിലെ ചെലവും കൂടെ നടക്കാൻ തുടങ്ങിയാൽ എല്ലാ അർത്ഥത്തിലും അത് ശരിയായി. സൂറത്തുൽ കഹ്ഫ് എല്ലാ ആഴ്ചയും നമ്മോട് വായിക്കാൻ പറഞ്ഞത് ഒരുപാട് ഗുണപാഠങ്ങളുള്ള അധ്യായമായതുകൊണ്ടാണ്. ആ അധ്യായത്തിൽ ഒരിടത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആയത്ത് കാണാം. 80-ാമത്തെ ആയത്ത്, വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്റാ ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാത്തൻ വഅഖറബ റുഹ്നാ. എത്ര നല്ല ആയത്താണത്. ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ ഖിദ്ർ നബിയും കരീമുല്ലാഹി മൂസായും കൂടെ സഞ്ചരിക്കുമ്പോൾ അതാ ഒരു കുഞ്ഞിനെ കാണുന്നു, മൈതാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ്. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, സംഭവം പറയലല്ല എന്റെ ഉദ്ദേശം, മറിച്ച് അതിലെ ഗുണപാഠമാണ്. ആ കുഞ്ഞനെ പിടിച്ചിട്ട് അതാ തല പിടിച്ചങ്ങോട്ട് ഇരിഞ്ഞു. കശുവണ്ടി ഇരിഞ്ഞെടുക്കുന്നു, കശുമാങ്ങയിൽ നിന്ന് കശുവണ്ടി ഇരിഞ്ഞെടുക്കുന്നത് പോലെ അതാ തല ഉടലിൽ നിന്ന് തിരിച്ചിങ്ങെടുത്തു. അത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ആ ഖത്തൽത നഫ്സൻ സക്കിയ്യ, ഒരു തെറ്റും ചെയ്യാത്ത പരമപരിശുദ്ധമായ ഒരു കുഞ്ഞിനെ, ഒരു ജീവനെ നിങ്ങൾ കൊലപ്പെടുത്തുകയോ ബിഗൈരി നഫ്സിന് ഒരു കാരണവുമില്ലാതെ മറ്റൊരാളെ ഈ കുട്ടി കൊന്നിട്ടില്ല, കൊന്നതിന് പകരാണെങ്കിൽ കൊല്ലായിരുന്നു. എന്തൊരു ന്യായമാണിത്? ഇതിന് വല്ല ന്യായമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ വളരെ വെറുക്കപ്പെട്ട സംഗതി ആര് കണ്ടാലും അയ്യയ്യോ എന്ന് പറഞ്ഞു പോകുന്ന ഒരു പണിയല്ലേ നിങ്ങൾ എടുത്തത്? നുഖ്റ, ആരും വെറുക്കപ്പെടുന്ന പണിയല്ലേ നിങ്ങൾ എടുത്തത് എന്ന് ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാം ഖിദ്ർ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു. അപ്പോൾ ഖിദ്ർ നബി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അലം അഖുല്ലക ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റാ, എന്റെ കൂടെ ക്ഷമിച്ചും സഹിച്ചും നിനക്ക് കഴിയൂലാന്ന് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ? ഇല്ല ഇനി ഞാൻ ചോദിക്കില്ല, ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നെ അസമയത്ത് പിരിച്ചുവിടാം എന്ന് പറഞ്ഞു. ഒന്നും കൂടെ അനുമതി വാങ്ങി വീണ്ടും ചോദിച്ചു. ആ സമയത്ത് അവർ തമ്മിൽ പിരിഞ്ഞു. കഥയൊക്കെ നമുക്കറിയാം. അവിടെ പിന്നീട് വിശദീകരണം നൽകി. ഖിദ്ർ നബി ചെയ്ത കാര്യങ്ങൾക്കൊക്കെ, കപ്പൽ കുത്തിപ്പൊളിച്ചതിന്, ചുമര് നന്നാക്കി കൊടുത്തതിനും, കുട്ടിയെ കൊന്നതിന്, ആ കുട്ടിയെ കൊന്ന കാരണം അത് മാത്രമേ നമുക്ക് പറയേണ്ടതുള്ളൂ. വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്റാ. വഅമ്മൽ ഗുലാം, അപ്പൊ ഞാൻ കൊന്നുകളഞ്ഞ ആ കുട്ടിണ്ടല്ലോ, ആ മൈതാനത്തിൽ പിടിച്ചു കൊന്ന കുട്ടി, അതാണ് നിങ്ങൾ വളരെ വേദനിപ്പിച്ചത്. അതിന്റെ കാരണം എന്താ പറഞ്ഞത്? ഫകാന അബവാഹു മുഅ്മിനൈൻ, അവന്റെ മാതാപിതാക്കൾ വാപ്പയും നല്ല 2 മനുഷ്യന്മാരാണ്. കേട്ടോ, നല്ല 2 മനുഷ്യന്മാരാണ്. അതിനെന്തിനാ കൊന്നുകളിന്? വാപ്പയും നല്ല കുട്ടിയായ വാപ്പയും നല്ല മനുഷ്യന്മാരാണ് ഈ കുട്ടികളെ പിടിച്ചു കൊല്ലല. ഇവന്റെ മുഖത്ത് കുഫ്റുല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവന്റെ മുഖത്തുണ്ട്. അത് ബഹുമാനപ്പെട്ട ഖിദ്ർ നബിന്റെ കശ്ഫിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും.
ഞാൻ എന്റെ കെസ്റ്റിന്റെ കണ്ണുകൊണ്ട് കണ്ടു, ഇയാളുടെ മുഖത്ത് കുഫ്ര എഴുതി വെച്ചിട്ടുണ്ട്. ഈ കുട്ടി ഇങ്ങനെ അങ്ങോട്ട് വളർന്നു വലുതായി വന്നാൽ ഈ കുട്ടി ഈ ഭൂമിയിൽ ഏറ്റവും വലിയ യുക്തിവാദിയായിരിക്കും, നിരീശ്വരവാദിയായിരിക്കും. ഇവൻ നിരീശ്വരവാദി യുക്തിവാദിയായിട്ട് ഇവന്റെ മണിപ്പേഴ്സിൽ നിന്ന് വീട്ടിലെ ചെലവ് നടക്കുമ്പോൾ അതുവരെ ഈമാൻ ആദർശം കാത്തുസൂക്ഷിച്ച ഈ വാപ്പയും ഉമ്മയും അവസാന കാലഘട്ടത്തില് ഒരു കുത്തു ചോറിന് വേണ്ടിയിട്ട്, ഒരു ഉരുള ചോറിന് വേണ്ടിയിട്ട്, 2 പത്തിരിക്ക് വേണ്ടിയിട്ട്, ഒരു മുറുക്ക് കഞ്ഞിക്ക് വേണ്ടിയിട്ട് അവരവരുടെ ഈമാൻ തകർക്കുന്ന ഒരവസ്ഥ വരും. മക്കളോടുള്ള സ്നേഹം നോക്കുമ്പോ പലപ്പോഴും മാതാപിതാക്കളുടെ ആദർശം ചോർന്നു പോകും. അതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടു, ഈ മകൻ ഈ വാപ്പനെയും ഉമ്മനെയും നിർബന്ധിക്കുമോ തുകയാനം വക്കുഫ്ര, വഴികേടിലേക്കും സത്യനിഷേധത്തിലേക്കും നിർബന്ധിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടുപോയി. ഇവന്റെ ശൈലിക്ക് വാപ്പിയമ്മയായാലോ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട റാസി ഇമാം പറയുന്നുണ്ട്, മക്കളോടുള്ള ശഫഖത്ത് വാത്സല്യം മൂക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഭ്രമം ആയി മാറുമ്പോ ആദർശം പോലും മക്കളോടുള്ള ഭ്രമത്തിനു മുമ്പിൽ പണയമായി പോകുന്നു. ആ പണയപ്പെടുത്തലാതെ അത് വേണ്ടാന്ന് കരുതിയിട്ടാണ്. അപ്പൊ പിന്നെ ആകെ ഈ മാതാപിതാക്കൾ ഈ കുട്ടിനെ പിടിച്ച് കൊന്നിട്ട് ഇവർക്ക് വയസ്സുകാലത്ത് ജീവിക്കണ്ടേ, അതിനൊരാൾ വേണ്ടേ? അതിന് ബഹുമാനപ്പെട്ട ഖുർആൻ നബി പറയാണ്, ഞാനത് പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ, ഇതിനേക്കാൾ നല്ല വിശുദ്ധനായ ഒരു കുഞ്ഞിനെ, ഇതിനേക്കാൾ കുടുംബ ബന്ധവും സ്നേഹവുമുള്ള അഖ്റബ റഹ്മ, നല്ല സ്നേഹമുള്ള ഒരു കുട്ടിനെ അള്ളാഹു അവർക്ക് പകരം കൊടുത്തോട്ടെ, അമ്മക്കും വാപ്പക്കും. അത് ഞാനങ്ങോട്ട് തീരുമാനിച്ചു. ആരാ പറയണത്? ഖുർആൻ നബി പറയാ, പടക്കം പകരം കൊടുത്തോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾ, വ്യതിയാന ചിന്താഗതിക്കാരായ ചില ആളുകൾ വെള്ളിയാഴ്ച അൽക്കഫ് ഓതുമ്പോൾ കുറേ സ്ഥലത്ത് അവർക്ക് വിഷമം ഉണ്ടാവും. അൽക്കഫിൽ ഒരുപാട് സ്ഥലത്ത് അവർക്ക് വിഷമം തോന്നും. എന്താ പടക്കം ഈ ലെവലില്ലാതെ പറയുന്നത് ഇങ്ങനെ തോന്നും അവർക്ക്. കാരണം അവർ മനസ്സിലാക്കി വെച്ചതിനെതിരാ പടക്കം പറയുന്നത്. കാരണം എന്താ, പടക്കം കൊടുത്തോട്ടെ ഞാൻ തീരുമാനിച്ചു. ഇവർക്ക് ആകെയുള്ള പ്രശ്നം തന്നെ അതാണല്ലോ. പടക്കം കൊടുത്തോട്ടെ എങ്ങനെയാ റിഫായി ഷേഖ് തീരുമാനിക്കുക, മൊഹീദ്ദീൻ ഷേഖ് തീരുമാനിക്കുക, റസൂലുള്ളാഹി തീരുമാനിക്കുക? അത് അല്ലാഹ് തീരുമാനിക്കേണ്ടതല്ലേ? ഖുർആൻ നബി പറയാൻ ഞാൻ തീരുമാനിച്ചു. മുഅ്മിനീങ്ങൾക്ക് അതിലൊന്നും പ്രയാസമല്ല. കാരണം നബി തങ്ങൾ പറഞ്ഞതാണ്, എത്രയോ തരത്തിലുള്ള ഔലിയാക്കളുണ്ട്. റുബ്ബ റജുലിൻ അസബ അഗ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബിൽ വഖ്സമ അലല്ലാഹി ലാ ബറ. അള്ളാനെ മുൻനിർത്തിയിട്ട് പടച്ചോനെ നീ അതാണ്ട് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അള്ളാണ്ട് ചെയ്തു കൊടുക്കും. അവരോടുള്ള സ്നേഹം കൊണ്ട്, അല്ലാതെ ഒരു പടച്ചോനെ അങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിച്ച് ചെയ്യാന്നല്ല. അങ്ങനെയാണ് ഇവരിത് അവതരിപ്പിക്കല്. അങ്ങനെയല്ല, അള്ളാഹുവിന് ഇവരോടുള്ള സ്നേഹം കൊണ്ട് സ്നേഹമുള്ള ആളുകൾ പറയുമ്പോ അവർക്ക് വേണ്ടി പടച്ചോൻ അത് നടപ്പിലാക്കി കൊടുക്കും. فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما. ഇതാണ് പരിപാടി. അപ്പൊ മക്കളോടുള്ള ഭ്രമം മൂത്താൽ ആ ഭ്രമത്തിനു മുമ്പിൽ ചിലപ്പോൾ ആദർശം തന്നെ പണയമാകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതാണ് മക്കളും കുട്ടികളും സമ്പത്തും ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷണമാണ് കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും ഉണർത്താനുണ്ടായ കാരണം ഒരു സ്ഥലത്തോ 2 സ്ഥലത്തോ അല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം വിഷയങ്ങള് പടച്ച റബ്ബ് എന്നോടും നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോക്കൂ നിങ്ങൾ സൂറത്തുൽ അംഫാൽ അതിന്റെ 28-ാം വചനത്തില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും മക്കളും കുട്ടികളും, ആ മക്കളും കുട്ടികളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഫിത്നയാണ്. അമ്പാലും ഔലാദും നിങ്ങൾക്ക് ഫിത്നയാണ്, നിങ്ങൾക്ക് പരീക്ഷണമാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപകടമാണെന്നല്ല, നിങ്ങൾക്കൊരു പരീക്ഷണമാണ് മക്കള് എന്ന് പറഞ്ഞാൽ. അത് ഹൈറുവാക്ക ഷെറുവാക്ക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാം അനുവദിച്ച രൂപത്തിലാണ് അവരെ സ്നേഹിക്കുന്നതും പോറ്റി വളർത്തുന്നതെങ്കിൽ ഹൈറാക്കി മാറ്റാം. പിശാച് തോന്നിപ്പിച്ചു തരുന്ന വഴിക്കാണോ നിങ്ങൾ മക്കളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഷെറുമായി മാറും. ഇങ്ങനെയാണ് സംഗതിയുള്ളത്. അപ്പൊ മക്കളോടുള്ള സ്നേഹവും നമ്മുടെ സ്നേഹം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഓരോരുത്തരും ആലോചിക്കുക. അള്ളാഹുവിന് വേണ്ടിയാണോ, റസൂലുള്ളാഹിക്ക് വേണ്ടിയാണോ മക്കളെ സ്നേഹിക്കുന്നത്? അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് കോട്ടം തട്ടിച്ചാലും മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് കോട്ടം തട്ടിച്ചാലും എനിക്കെന്റെ മക്കളാ വലുത് എന്ന ഭ്രാന്താണോ ഉള്ളത്? രണ്ടും മനസ്സിലാക്കിയിട്ട് എവിടെയാണ് കുറവുള്ളതെങ്കിൽ നികത്തണം. അനുവദിക്കപ്പെട്ട മാർഗത്തിലാണ് പോകുന്നതെങ്കിൽ ഇനിയും അത് വർദ്ധിപ്പിക്കുകയും തുടരുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മക്കളെ അനുവദിക്കപ്പെട്ട രൂപത്തിൽ വളർത്താനും അനുവദിക്കപ്പെട്ട രൂപത്തിൽ മക്കളോട് സ്നേഹം കാണിക്കാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ അവസരം നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഒരു കാരണവശാലും ഞങ്ങളെ നീ വിഷമിപ്പിക്കരുത് റഹ്മാനെ. വഅലമൂ
അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ, നിങ്ങളെ സമ്പത്തും നിങ്ങളെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. അത് നിങ്ങളെങ്ങനെയൊക്കെയാ ആക്കി തീർക്കുന്നത്, അതിനനുസരിച്ച് അത് ഖൈറും ശർറുമാകും. ഇനി 3-ാം നമ്പർ. 6 കാര്യങ്ങൾ നമുക്ക് പറയണം, ഇനി അരമണിക്കൂറേ ബാക്കിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചുരുക്കാൻ. ഇനി 3 നമ്പറും 4 വിഷയവും ഒരു ചെറിയ ഇഷാറ മാത്രം നൽകി, സിഗ്നലുകൾ മാത്രം നൽകിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൂമ്പാരക്കണക്കിന് കുന്നുകൂടി കിടക്കുന്ന സ്വർണവും വെള്ളിയും, ഇവയോടുള്ള സ്നേഹം, ഇവയോടുള്ള ഭ്രമം, ഇത് ജനങ്ങൾക്ക് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹം പടച്ചവൻ കാണിച്ചതാ, ഭ്രമം പിശാച് കാണിച്ചു കൊടുത്തതാണ്. ഇതാ വ്യത്യാസം. സമ്പത്തിനെ സ്നേഹിക്കാൻ പാടില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കുറെ ആളുകൾക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഭാര്യമാരെ സ്നേഹിക്കണം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, മക്കളെ സ്നേഹിക്കണം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, സമ്പത്തിനെ സ്നേഹിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. സംശയിക്കേണ്ടതില്ല. സമ്പത്തിനെ സ്നേഹിക്കണം. സമ്പത്തിനെ സ്നേഹിക്കല് ഇസ്ലാം പഠിപ്പിച്ച ഭാഗമാണ്, ആദർശത്തിന്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. സമ്പത്തിനെ സ്നേഹിക്കാന്ന് പറഞ്ഞത് അതൊന്നും ചെറിയ കാര്യമല്ല. എത്രത്തോളം അറിയോ നിങ്ങൾ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. അതിലേറെ നല്ലൊരു വാക്കേതാ? മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? മൻ ഖുതില ദൂന മാലിഹി, ആരാണോ സ്വന്തം സമ്പത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി കൊല ചെയ്യപ്പെടുന്നത്. ഉദാഹരണ സഹിതം പറഞ്ഞാൽ വേഗം തിരിയും. ഞാൻ 1,00,000 രൂപയും കൊണ്ട് ഇവിടെ നിന്ന് കുറ്റിപ്പുറത്തേക്ക് യാത്ര ചെയ്യാണ്. ആ സമയത്താണ് വഴിയിൽ വെച്ച് എന്റെ കാറിനൊരാൾ കൈ കാണിച്ചു. 4 അംഗ സംഘം കൈ കാണിച്ചു, കൊള്ളസംഘം. ഞാനിങ്ങനെ 1,00,000 റുപ്യയായിട്ട് വരുന്നുണ്ട് എന്നുള്ള വിവരം പെടുന്നാരോ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ അവർ വെറുതെ അപ്രതീക്ഷിതമായിട്ട് യാദൃശികമായിട്ട് കൈ കാണിച്ചു. എന്റെ കയ്യിൽ പൈസയുള്ള സമയമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഇങ്ങനെ ചെയ്തു, നമ്മളോട് പറഞ്ഞു എന്റെ കയ്യിലുള്ളത് ഇങ്ങ് എടുക്കാൻ തരൂലെന്ന് പറഞ്ഞു. തരില്ലെങ്കിൽ നിന്റെ ജീവൻ തന്നെ അപകടപ്പെടുത്തുന്നു പറഞ്ഞു. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ, ഞാൻ ചോരതീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഒരു കാരണവശാലും ഹലാലായ സ്വത്ത് ഇത് ഞാൻ വിട്ടുതരില്ല. ഞാൻ ഇതിനെ സ്നേഹിക്കുന്നുണ്ട്, ഇതെനിക്ക് വേണം, നിനക്ക് ഞാൻ തരൂല എന്നൊരാൾ പറഞ്ഞു. അപ്പൊ കൊള്ളസംഘം ഇവനെ വെട്ടി കുത്തി പരിക്കേൽപ്പിച്ചു, ഇവൻ മരിച്ചു. മൻ ഖുതില ദൂന മാലിഹി. സമ്പത്തിന്റെ സംരക്ഷണാർത്ഥത്തിൽ അനുവദിക്കപ്പെട്ട സമ്പത്താവണേ, അനുവദിക്കപ്പെട്ട സമ്പത്തിന്റെ സംരക്ഷണാർത്ഥം ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ അവൻ ആഖിറത്തിൽ സുഹറാക്കളുടെ കൂട്ടത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ചെറിയ കാര്യമാണോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. സമ്പത്തിനെ സ്നേഹിക്കാം, പക്ഷേ ആ സ്നേഹം ഭ്രമമായി പോകാൻ പാടില്ല. അതെപ്പോഴാന്ന് പറയാ, ഭ്രമമാകൽ എപ്പോഴാന്ന് പറയണമല്ലോ. ഉദാഹരണങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്ന, നോക്കൂ നിങ്ങൾ, സാധാരണ എത്ര വലിയ ഓഫറാണ് റസൂലുള്ളാഹി തങ്ങൾ ഈ നൽകിയത്. സമ്പത്തിനെ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, അതിര് തർക്കമുണ്ടാകുന്നു. ഒരു തേക്കിൻ മരത്തിന്റെ കാര്യത്തിലാണ് തർക്കം. അതിരിൽ നിൽക്കുന്ന തേക്ക് എന്റേതോ അവന്റേതോ തർക്കാണ്. നിങ്ങളുടേതാണോ നിങ്ങളുടെ അയൽക്കാരന്റേതാണോ? രണ്ടാളും പരസ്പരം തമ്മിൽ തർക്കിച്ചു. നിങ്ങൾക്ക് 100% ബോധ്യമുണ്ട് നിങ്ങളുടേതാണ്, അയൽക്കാരൻ അറിയുകയും ചെയ്യാം അവന്റേതല്ല. ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ അവൻ വെട്ടിപ്പിടിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വിഹിതം വാങ്ങുകയാണ്. രണ്ടുപേരും തമ്മിൽ വാക്കേറ്റമായി ഏറ്റുമുട്ടി നിങ്ങൾ കൊല ചെയ്യപ്പെട്ടാൽ തിരുനബിയുടെ വാക്ക് കേട്ടോ നിങ്ങൾ, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ് എന്ന് കരുതി അതിര് തർക്കത്തിന്റെ പേരിൽ ഷഹീദാവണം എന്നല്ലപ്പോ ഈ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. നാളെ മുതൽ ഒരുപാട് ശുഹദാക്കൾ ഉണ്ടാവണ്ട. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം. സമ്പത്തിന് എത്രമാത്രം നിലയും വിലയും നൽകിയിട്ടുണ്ട് ഇസ്ലാം, അതിനും പരിശുദ്ധി നൽകിയിട്ടുണ്ട്, അതിനും പവിത്രത നൽകിയിട്ടുണ്ട്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും ബൈനക്കും ഹറാം. ഹജ്ജത്തുൽ വദാഇന്റെ റസൂലുള്ളാഹി പ്രസംഗിച്ചതല്ലേ, അതിനും പവിത്രത ഉണ്ട്. ഇത്തരം കേസുകളിൽ ഒരു തേക്ക്, ഒരു പ്ലാവ്, ഒരു മാവ്, ഇതിനൊന്നും മനുഷ്യൻ ജീവൻ കളയരുത്, ജീവൻ കളയരുത്. മറിച്ച് അതങ്ങോട്ട് പോകട്ടെ, എനിക്ക് ഇനിയും തേക്കുമരം ഉണ്ടാക്കാം, എനിക്ക് ഇനിയും ഒരു പ്ലാവ് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ കാശ് കൊടുത്ത് മറ്റൊരു സ്ഥലത്ത് നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. പോകട്ടെ, അവനങ്ങ് കൊണ്ടുപോകട്ടെ, അവൻ നന്നാവട്ടെ എന്ന് കരുതിയിട്ട് അവന് വിട്ടുകൊടുക്കുക.
മാന്യതയും സംസ്കാരവും അതാ. പക്ഷെ ഒരാൾക്ക് വിടാൻ പറ്റില്ല എങ്കിൽ, അയാളുടെ സ്വത്താണെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്നേഹിക്കാം. പിന്നെ സമ്പത്തിനെ സ്നേഹിക്കുന്നത് ഇസ്ലാം വിമർശിച്ചിട്ടുണ്ടല്ലോ. വിമർശിച്ചിടത്തൊക്കെ സ്നേഹത്തെ വിമർശിക്കുന്നില്ല, ഭ്രമത്തെയാണ് വിമർശിക്കുന്നത്. അല്ലെ, വതുഹിബ്ബൂനൽ മാല ഹുബ്ബാനല്ല പറഞ്ഞത്, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. അങ്ങനെയാ പറഞ്ഞത്. നിങ്ങൾ സമ്പത്തിനെ സ്നേഹിക്കുന്നു എന്നല്ലത് കുഴപ്പം. ഹുബ്ബൻ ജമ്മ, കട്ടി കൂടിയ സ്നേഹം ഭ്രമമായി മാറി. നിങ്ങൾക്ക് 10 ഉറുപ്പ്യ എന്നുള്ളത് നിങ്ങളെ രോഗമായി മാറിപ്പോയി. അതിനെയാ വിമർശിച്ചത്. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി എന്ന് മാത്രമല്ല പറഞ്ഞത്, ഇന്നഹു മുഹിബ്ബുൽ ലിൽ ഖൈർ എന്നല്ല പറഞ്ഞത്, മറിച്ച് ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. സമ്പത്തിനോടുള്ള സ്നേഹം ലശദീദ്, മൂത്തവനാണ്. ഈ മൂക്കലിനാ കുഴപ്പം, ഭ്രമമായി മാറുന്നതിനാ കുഴപ്പം. ഇസ്ലാം വിമർശിച്ചിടത്തൊക്കെ അങ്ങനെയാ കാണാം. സമ്പത്തിനെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, സ്നേഹിക്കാം, പക്ഷേ അത് ഭ്രമമായി മാറരുത്. ഭ്രമമായി മാറുമ്പോ അവന്റെ മുമ്പിൽ 10 ഉറുപ്പിക എന്നൊരൊറ്റ വിജയത്തെ ഉണ്ടാകും. സമ്പത്തിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അവനറിയില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തില്ലേ, നബി തങ്ങൾ പറഞ്ഞു, സയഅതി സമാൻ, മനുഷ്യർക്കൊരു കാലം വരാനുണ്ട്, ലാ യുബാലിൽ മർഉ ഫീഹി, ആ കാലഘട്ടത്തിൽ മനുഷ്യൻ തീരെ മൈൻഡ് ചെയ്യുകയില്ല, മിമ്മ കസബൽ മാ മിമ്മ അഖദൽ മാൽ അമിനൽ ഹലാൽ അമിനൽ ഹറാം. ഏതിൽ നിന്നാണ് അവൻ സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് അവൻ 10 ഉറുപ്പ്യ ഉണ്ടാക്കിയത് എന്നവന് നോട്ടമില്ല, ഹലാലാണോ ഹറാമാണോ എന്ന് നോട്ടമില്ല. ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരുമെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഉറപ്പിച്ച് തറപ്പിച്ച് പറയാ. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 10 ഉറുപ്പ്യ ഉണ്ടാക്കണം എന്നുള്ള നെയ്യത്ത് മാത്രമാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അക്കങ്ങളാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. പെണ്ണ് കെട്ടുന്നിടത്തും അക്കങ്ങള് എത്ര അക്കങ്ങളുണ്ട്, അതാണ് നോട്ടം. സംഖ്യയും തുകയും അക്കങ്ങളുമാണ് മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കമ്പോളവൽക്കരിക്കപ്പെട്ടു. പെണ്ണ് കെട്ടുന്നതും അതിന്, കുട്ടികളെ ജന്മം നൽകുന്നതും അതിന്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതും അത് എന്തിന്? അക്കങ്ങളുടെ കനം കൂട്ടാൻ. അതിന്റെ അപ്പുറത്തൊരു സോലുമില്ല, ആഖിറമെന്ന ചിന്തയില്ല. സമ്പത്തുണ്ടാക്കണമെന്ന് ഒരൊറ്റ ചിന്തയിലേക്ക് അധപ്പതിച്ചു പോയാൽ ഇത് ഭ്രമമാണ്, യാതൊരു സംശയവുമില്ല. അപ്പൊ ഇവിടെ കനാത്തീരിൽ മുഖന്തറത്തിന ദഹബി വൽക്കുന്ന സ്വർണം വെള്ളി എന്നാണല്ലോ പറഞ്ഞത്. അത് ആ കാലഘട്ടത്തിലെ നാണയമായി ഉപയോഗിച്ചിരുന്നത് സ്വർണവും വെള്ളിയാണ്. അതുകൊണ്ട് പറഞ്ഞത് ആ സ്വർണവും വെള്ളിയും കുമ്പാരക്കണക്കിന് കുന്നുകൂടി കിടക്കുന്ന സ്വർണ്ണവെള്ളികളോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ അതിനെ ചുരുക്കി വായിക്കുകയാണെങ്കിൽ കുന്നുകൂടിയ സമ്പത്ത്, ആ സമ്പത്തിനോടുള്ള ഭ്രമം, എന്തൊക്കെയുണ്ടോ പണത്തോടുള്ള ഭ്രമം, സമ്പത്തിനോടുള്ള ഭ്രമം എല്ലാം അതിൽ പെടും. അതുകൊണ്ട് പണത്തിന്റെ ആരാധകരായി മാറാൻ പാടില്ല. പണത്തിനെ ആരാധിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാവാൻ പാടില്ല. ജീവിക്കാൻ വേണ്ടി പണമാവാം, ഒരു കുഴപ്പവുമില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭ്രമമായി മാറിയാലുള്ള കുഴപ്പമെന്താ? സക്കാത്ത് കൊടുക്കൂല. ഈ സാമ്പത്തിക ഭ്രമം എനിക്കുണ്ടോ അല്ലേ എന്ന് തിരിക്കാൻ വേഗം കഴിയും. സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ സാമ്പത്തിക ഭ്രമം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. കാരണം കണക്കൂട്ടി സക്കാത്ത് കൊടുത്താൽ അതാണ് പോകുമല്ലോ എന്നുള്ള പേടി. സക്കാത്ത് കൊടുക്കൂല ഭ്രമമുണ്ടായാൽ. ഭ്രമമുണ്ടായ സദഖ ചെയ്യില്ല, പാവപ്പെട്ടവന്റെ കഷ്ടപ്പാട് കാണൂല. ഭ്രമമുള്ള ആളുകള് പാവപ്പെട്ടവന്റെ കഷ്ടപ്പാട് കാണാൻ ഭ്രമമുള്ളവനെ സംബന്ധിച്ചിടത്തോളം കഴിയൂല. അപ്പൊ സമ്പത്തിനോട് ഭ്രമമുണ്ടാകരുത്, പൈസയുടെ ആരാധകരായി മാറരുത്. ഇങ്ങനെ ഒരവസ്ഥ എന്നാണോ നമുക്ക് വരുന്നത്? കഷ്ടപ്പെടുന്നവരെയും പാവപ്പെട്ടവരെയും പ്രയാസപ്പെടുന്നവരെയും കാണാൻ എനിക്കും നിങ്ങൾക്കും ആവില്ല. അതിനുള്ള കണ്ണിൽ ചോര നമുക്കുണ്ടാകൂല. ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് കരുതണം. അപ്പൊ നമുക്ക് ഈ രോഗം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ഭ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്, സ്നേഹത്തിലല്ലാണ്. ഇന്നിപ്പോ അധികമുള്ള രോഗം ഭ്രമത്തിലെത്തിപ്പെട്ടിരിക്കുന്നു. അനുവദിക്കപ്പെട്ട സ്നേഹത്തെ മറികടന്ന് ഭ്രമത്തിലാണ്. എങ്ങനെയാ സമ്പാദിക്കേണ്ടത്, എങ്ങനെയാ ചെലവഴിക്കേണ്ടത് ഒന്നും അറിഞ്ഞൂടാ. ചെലവഴിക്കേണ്ട മാർഗത്തിൽ ചെലവഴിക്കാനും എന്താ കാരണോ? അത് പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്നില്ല മനുഷ്യന്. എന്തിനധികം ഈ ഭ്രമം തലക്കു പിടിച്ചവൻ ഭാര്യയും മക്കളും ഭക്ഷണം കിട്ടാതെ വശമാകും. ഭാര്യയും മക്കളും ഉടുക്കാൻ മുണ്ടില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ട ഗതികേടുണ്ടാകും. എത്ര മനുഷ്യന്മാരെ കാണാൻ നമുക്ക് അത്തരത്തിലുള്ളത്? നല്ല പണക്കാര്, ആ പണക്കാരന്റെ ഭാര്യയ്ക്ക് മര്യാദ കുടിക്കാനില്ല, ആ വീട്ടിൽ മര്യാദക്ക് തിന്നാനില്ല, ആ വീട്ടിൽ യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളില്ല, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ അവർ കഴിയും. പക്ഷേ പണത്തോടുള്ള ഭ്രമം കൊണ്ട് ഈ പണം കെട്ടിപ്പൂട്ടി പൂജിക്കുകയാണ് പണത്തെ. ഇതിനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് പണത്തെ. ഈ പൂജ, പണം പൂജ, ഇതൊരിക്കലും മുസൽമാന് യോജിച്ച പണിയല്ല.
എന്തിനാ പൈസ? ജീവിക്കാനാണ്. ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാവണം? അത് കരുതി ധൂർത്തടിക്കരുത്. ധൂർത്തടിക്കുന്നത് പിശാചിന്റെ കൂട്ടാളികളാണ്, അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആവശ്യത്തിന് പണം ചെലവഴിക്കേണ്ടി വരും. അതില്ലാതിരിക്കുന്നതും അപകടമാണ്. അപ്പൊ ലുബ്ധുണ്ടാകും. ആർക്ക്? സമ്പത്തിനോട് ഭ്രമമുള്ളയാൾക്ക്. ഭാര്യയും മക്കളും ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടും. ഭാര്യക്കും മക്കൾക്കും മതിയായ ചെലവ് കൊടുത്തില്ലെങ്കിൽ ലോകത്ത് അവനേറ്റവും വലിയ അക്രമിയായിരിക്കും. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുദയ്യിഅ മൻ യഖൂത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു. കഫാ ബിൽ മർഇ ഇസ്മാ, ഒരു മനുഷ്യൻ മഹാപാപിയാണെന്ന് പറയാൻ, ഒരു മനുഷ്യൻ കുറ്റവാളിയാണെന്ന് വിധിയെഴുതാൻ എന്തുമാത്രം മതി എന്നറിയോ? അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ ചെലവ് കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, മുണ്ട് കിട്ടാതെ, പാർപ്പിടം കിട്ടാതെ വിഷമിക്കുന്നത് മാത്രം മതി. ഇതൊക്കെ ഒരുക്കി കൊടുക്കാൻ വകുപ്പുണ്ടായിട്ടും അത് ഒരുക്കി കൊടുക്കാത്ത മനുഷ്യൻ, ആ മനുഷ്യൻ ശരിക്കും ആലോചിക്കേണ്ടതാണ്. എന്റെ ഭാര്യയും മക്കളും കഷ്ടപ്പെടുന്നതിന് നാളെ പടച്ച റബ്ബ് എന്നെ ചോദ്യം ചെയ്യാതിരിക്കില്ല. ഇങ്ങനെയും കുറെ മനുഷ്യന്മാരുണ്ട്. നന്നാകുക എന്ന് പറഞ്ഞിട്ട് നന്നാകലിന്റെ പേരിൽ ഭാര്യനും കുട്ടികളൊക്കെ ഒഴിവാക്കുന്ന ഒരു ടീമുണ്ട്, അല്ലേ? ഇപ്പൊ അടുത്തൊരു ആളെപ്പറ്റി കേൾക്കാൻ കഴിഞ്ഞു. അയാൾ ദഅവത്തിന് പോയതാണ് അത്രേ. അയാൾ ദഅവത്തിന്, ദീനീ ദഅവത്തിന് പുറപ്പെട്ടതാ. അയാൾ എന്തൊരു നല്ല മട്ടുള്ള പേരാ അതിനൊക്കെ ഇടുന്ന അറിയുന്നത്. ദീനീ ദഅവത്തിന് പോയതാണ്. 5-6 മാസമായി വീട്ടിൽ നിന്ന് പോയിട്ട് ഇയാൾ കെട്ടും മാറാ പോയിട്ട് ദഅവ അടുത്ത് ഇങ്ങനെ നടക്കുക. വീട്ടിൽ ഭാര്യയും കുട്ടികളും കഷ്ടപ്പെടുക, ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ലാതെ. ഇയാളെ കണ്ട് ഈ വിഷയം പറയുമ്പോൾ ഇയാൾ പറയുന്നു, അതൊക്കെ പടത്തോനേറ്റിട്ടില്ലേ? ഭൂമിയിലുള്ള മനുഷ്യന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന പടച്ചോനല്ലേ? അള്ളാഹുവായിട്ട് ഈമാങ്ങട്ട് കൂടിയാക്കി. നോക്ക്, നിങ്ങൾ ആ മനുഷ്യനെ കെട്ടുമാറാപ്പ് അയക്കാതെ അടിക്കണം പോരല്ലേ? എവിടുന്നാണ് ഇത് പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിനെ ഇങ്ങനെ നടക്കണമെങ്കിൽ നടക്കായിരുന്നു, ആദ്യം നോക്കേണ്ടിയിരുന്നു. കല്യാണം കഴിക്കാതെക്കണം എന്നാ നോക്കാം. അവിടെ ഏറ്റവും നല്ല മാർഗം കല്യാണം കഴിക്കലും സന്താനങ്ങൾ ഉണ്ടാവലും ഒക്കെയാണ്. അത് വേറെ ഏതാവട്ടെ, ഒരാൾക്ക് അങ്ങനെ പോകണമെങ്കിൽ പോകായിരുന്നു ആദ്യം തന്നെ ഒരുങ്ങിയാൽ. ഇത് ഒരു 10-50 ആയിട്ടാ തോന്നുന്നത് ദീനീദാവത്ത്. ഭാര്യയും മക്കളും വഷളാകാൻ അവരും വലയാണ്. ഈ ഒരു ചുറ്റുപാട് ഇത്തരം വിഷയങ്ങൾ നമ്മളുണ്ടാവുക. കുറെ ആളുകൾ സിയാറത്തും കാര്യമൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഒക്കെ നന്നാകാൻ അതിന്റെ പേര്. പക്ഷെ ഭാര്യയും മക്കളെയും പട്ടിണിക്കിട്ടിട്ട്, അവർക്ക് അവകാശങ്ങൾ നിഷേധിച്ചിട്ട്, അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതെ ഈ നന്നാകൽ പടസം സ്വീകരിക്കുന്നു കരുതണ്ട. നബിതങ്ങൾ പറഞ്ഞതാ, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുദയ്യിഅ മൻ യഖൂത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നിങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഭ്രമം മൂത്താലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. സക്കാത്ത് കൊടുക്കാതെ നിൽക്കുന്ന ആളുകൾ, അവരെ പറ്റിയൊക്കെ വിശുദ്ധ ഖുർആൻ ഇത്ര ശക്തിയായിട്ടാണ് പറഞ്ഞത്. ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് വേണ്ട, അങ്ങനെ തന്നെ വെക്കുക. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. അതിന് പരിധി നിശ്ചയിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ധരിക്കുന്ന ആഭരണത്തിന്, ആഭരണമായിട്ടുള്ളതിന് സക്കാത്ത് വേണ്ടെന്ന് തന്നെ വെക്കുക. പക്ഷേ വെറുതെ ബാങ്ക് ലോക്കറുകളിൽ കിടന്നുറങ്ങുന്ന സമ്പാദ്യമെന്ന നിലക്കുണ്ടാക്കി വെച്ച സ്വർണവും വെള്ളിയും, അതിന് സക്കാത്ത് കൊടുക്കാതെ രക്ഷപ്പെടുവോ? ഇതിന് സക്കാത്ത് കൊടുക്കാതെ 200-400 ഒക്കെ പവനുകൾ ബാങ്ക് ലോക്കറില് കിടന്നുറങ്ങുന്ന ആളുകള്, വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുതലാളിമാര്, ഈ മുതലാളിമാർ സക്കാത്ത് കൊടുക്കാതെ കഴിഞ്ഞാൽ യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനഫ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. കൊല്ലം കണക്കൂട്ടിട്ട് സക്കാത്താണ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ചുട്ടുപഴുപ്പിച്ചിട്ട് അവരുടെ നെറ്റിത്തടത്തിൽ വെച്ച് പൊള്ളിക്കും, അവരുടെ പാർശ്വങ്ങളിൽ വെച്ചിട്ട് പൊള്ളിക്കും, ഞെരിച്ചെടുക്കും അല്ലാഹു. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, ഹാദാ മാ കനഫ്തും ലിഅൻഫുസികും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് ലോക്കറുകളിൽ കരുതി വെച്ചിരുന്ന സ്വത്താണ് കേട്ടോ ഇത്. ഹാദാ മാ കനഫ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. നിങ്ങൾ കരുതി വെച്ചതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ആസ്വദിച്ചോ. അത് ശരിക്കും തീരിട്ട് പൊള്ളിച്ചിട്ട് അതുകൊണ്ട് മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നു എന്നെ പരിപാടി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു സൂറത്തു തൗബ 35-ാം വചനം,
ഇതൊക്കെ നമ്മൾ കേട്ടില്ല കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുമോ? അതുകൊണ്ട് ശരിക്കാലോചിക്കുക. സമ്പത്തിനോട് ഭ്രമമുണ്ടാവണ്ട. അതേസമയം സമ്പത്തുണ്ടാക്കാം. ആ സമ്പത്ത് ഇത്രേ പറ്റുള്ളൂ എന്നുണ്ടോ? ഇത്രേ സമ്പത്ത് അനുവദിച്ചുള്ളൂ എന്നുണ്ടോ ഒരാൾക്ക്? ഗവൺമെന്റിന് കണക്കുണ്ട് ഇവിടെ. ഗവൺമെന്റിന് ഒരാളുടെ പേരിൽ ഇത്ര ഏക്കറേ ഉണ്ടാകാൻ പറ്റുള്ളൂ എന്ന് കണക്കുണ്ടാകും. 15 ഏക്കറേ പറ്റുള്ളൂ എങ്കിൽ അതന്നെ അതിനപ്പുറം വന്നാൽ പിന്നെ ചോദ്യം ചെയ്യും. ആ 15 ഉണ്ടാവണമെങ്കിൽ തന്നെ ആദ്യം അയാൾക്ക് ആസ്തി തെളിയിക്കേണ്ടി വരും, ഉണ്ടാവാനുള്ള സാഹചര്യം തെളിയിക്കേണ്ടി വരും. ഇതൊന്നും വേണ്ട. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? ഒരർദ്ധ ഫക്കീറിന്, ആ ഫക്കീറിന് ഭൂലോക മുതലാളിയാകുന്നതിന് ഇസ്ലാമിൽ വിമർശനമുണ്ടോ? ഒരു വിമർശനവുമില്ല. ഹലാലായ മാർഗത്തിലാണെങ്കിൽ എത്ര വലിയ മുതലാളിയാകാം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു എത്ര വലിയ മുതലാളിയാ, നമ്മളൊന്നും വിചാരിച്ചതുപോലെയല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വലിയ മുതലാളിയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ മുതലാളിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് നേരത്തെ മക്കത്തൊന്നുണ്ടായിരുന്നു, പക്ഷേ മദീനത്തെത്തിയപ്പോൾ ഒന്നുമില്ലാത്ത ആളായിരുന്നു. കാരണം മദീനത്തെത്തിയപ്പോൾ റസൂലുള്ള ഓരോ അൻസാരിയെയും മുഹാജിറിനെയും കൂട്ടിയിട്ട് സുഹൃത്തുക്കളാക്കി കൊടുത്തു. ഇവൻ എന്റെ ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയിട്ട് 2 കാരക്കത്തോട്ടുണ്ടെങ്കിൽ 1 ഇയാൾക്ക് കൊടുത്തു, 2 പെണ്ണുണ്ടെങ്കിൽ തൊലാക്കിയിലിട്ട് ഈ സഹോദരന് കല്യാണം ചെയ്തു കൊടുത്തു. ഇങ്ങനെയൊക്കെ ഭയങ്കര യോജിപ്പിലാണ് മുഹാജിറുകളും അൻസാറുകളും ജീവിച്ചത്. ആ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ ഹദിയ സ്വീകരിക്കാത്ത ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അദ്ദേഹത്തിന് കിട്ടിയ ഒരാള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കുറച്ച് ഉള്ളോടത്തുനിന്ന് വന്നതാണല്ലോ. അപ്പൊ ഉള്ള ഒരാളെ കൂടെ തന്നെ ആകാൻ ഞാൻ കഷ്ടപ്പെടുന്നു കരുതിയിട്ട് ഉള്ള ഒരാളെ കൂടെ തന്നെ ആക്കി. അയാൾ പറഞ്ഞു, എന്റെ തോട്ടത്തിൽ ഇഷ്ടപ്പെട്ട തോട്ടെടുക്കാം, എന്റെ പെണ്ണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, നിങ്ങളുടെ പെണ്ണും നിങ്ങളുടെ തോട്ടം എനിക്ക് വേണ്ട, നിങ്ങളുടെ ഹദിയ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു, പക്ഷേ നിങ്ങൾ എന്നെ എടുത്തോ, കാരണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിക്കോളാം. അത് റസൂലുള്ളാഹിനോട് വന്ന് സംസാരിച്ചപ്പോ ആദർശ സംരക്ഷണത്തിന്റെ വഴിയിൽ ഈ മനുഷ്യൻ എന്തും ത്യജിക്കാൻ തയ്യാറാണല്ലോ എന്ന ആ ഒരു സന്തോഷം റസൂലുള്ളാഹിക്കുണ്ടായപ്പോ അന്ന് റസൂലുള്ളാഹി സ്വഹാബത്തിനെ മുൻനിർത്തിയിട്ട് അങ്ങ് ദുആ ചെയ്തു കൊടുത്തതാണ്, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീമാ അൻഫഖ, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീമാ അൻഫഖ. പടച്ചവനെ ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് സ്റ്റോക്ക് ചെയ്യുന്നതിലും ചെലവഴിക്കുന്നതിലും നീ ബർക്കത്ത് കൊടുക്കണേ. ചെലവഴിക്കുന്നതിലും ഭയങ്കര ബർക്കത്തായിരുന്നു, പിടിച്ചതിലും ബർക്കത്തായിരുന്നു, സ്റ്റോക്കിലും ബർക്കത്തായിരുന്നു, ഫീമാംസക്കയിലും വലിയ ബർക്കത്തായിരുന്നു. മരിച്ചിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് ബഹുമാനപ്പെട്ടവർ നല്ലൊരു ബിസിനസ്മാൻ ആയിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നേരത്തെ പറഞ്ഞ പോലെ ഈ സമ്പത്ത് ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ ഒരു നേരത്തെ നിസ്കാരം പോലും കഥായിട്ടില്ല. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നേരെ തിരിച്ചാണ് അപ്പോഴാ ഭ്രമമായി പോകുന്നത്. എത്രയോ ഉണ്ടാക്കി, പക്ഷേ അള്ളാഹുവിന് അടച്ചു കൊടുക്കേണ്ട തീരുവകൾ മുഴുവൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള എല്ലാം തീർത്തിട്ടുണ്ട്. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി. ആർക്കാ എതിർപ്പുള്ളത്? ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വഫാത്താകുമ്പോൾ ബഹുമാനപ്പെട്ടവർ എന്നും ഷർട്ട് മാറി വെക്കുന്ന സമയത്ത് ചില്ലറ തുട്ടുകൾ എടുത്തു വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അത്രേ. ഓരോ ദിവസവും നമ്മൾ വരുമ്പോ, യാത്ര കഴിഞ്ഞ് വരുമ്പോ പോക്കറ്റിൽ കൊട്ടനുകൾ ഉണ്ടാകും. ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലിട്ട് വെക്കും. നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്കോ മറ്റ് അവരുടെ ബസ്താർ നൽകാനോ അല്ലെങ്കിൽ മറ്റു പഠനോപകരണങ്ങൾ വാങ്ങാനോ ഒക്കെ ഈ ചില്ലറ തുട്ടുകൾ പലപ്പോഴും നമ്മുടെ മക്കൾ എടുക്കാറുണ്ട്. ഇതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് ഉണ്ടായിരുന്നു ചില്ലറ തുട്ടുകൾ ഇടുന്ന വലിയൊരു ഭരണി. ഈ വലിയ പാത്രങ്ങളിൽ ഇട്ടുവെച്ചിരുന്ന, ഒരുപാട് പാത്രങ്ങളിൽ സഞ്ചികളിൽ ഇട്ടുവെച്ചിരുന്ന ചില്ലറ തുട്ടുകൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വഫാത്തായതിന്റെ ശേഷം മറ്റുള്ള പറമ്പുകളും കച്ചവട സ്ഥാപനങ്ങളും സ്വർണവും വെള്ളിയും ഒക്കെ വേറെ, സ്വർണവും വെള്ളിയൊക്കെ അനന്തരം വീതിക്കുന്ന സമയത്ത് അത് കൊത്തിപ്പൊട്ടിച്ചിരുന്ന ആളുകളുടെ കയ്യിന് തയമ്പ് കെട്ടിയിരുന്നത്രേ. വിറക് കൊത്തിയിട്ടല്ല, സ്വർണത്തിന്റെ കട്ടികൾ വെട്ടിപ്പൊളിച്ചിട്ട് തയമ്പ് കെട്ടിയിരുന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സ്വത്ത് വീതിച്ചപ്പോൾ അവിടെ ഈ ചില്ലറ സ്വത്ത് വീതിച്ചത് മാത്രം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നുഖൂദുകൾ, ചില്ലറ സ്വത്തുകൾ മാത്രം ഇട്ടിരുന്നൊരു പാത്രമുണ്ട്, അത് വീതിച്ചു. ബഹുമാനപ്പെട്ടവരുടെ ഒരു ഭാര്യയ്ക്ക് കിട്ടിയ ഊഴം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഒരു ഭാര്യയ്ക്ക് 4000 ദിർഹംസ് ഉണ്ടായിരുന്നു. ഒരു ഭാര്യയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്വത്തിൽ എത്രയുണ്ടാകുക? 4/1. അതന്നെ കുട്ടികളുണ്ടെങ്കിൽ 8/1. കുട്ടികളുണ്ടായാൽ പിന്നെ 8/1 കിട്ടുള്ളൂ. ഈ 4/1 8/1 തന്നെ 1 2 ഒരു ഭാര്യക്കാണ് 4/1 എന്ന് മനസ്സിലാക്കരുത്. ഒരു ഭാര്യയ്ക്ക് 4/1, പക്ഷെ 2 ഭാര്യമാരായ രണ്ടാൾക്കും കൂടെ 4/1. അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾക്ക് 2ാം പെണ്ണിട്ടുമ്പോൾ ഹാലുകൾ നിങ്ങൾ വിചാരിക്കേണ്ട സ്നേഹം പോകുന്നുള്ള ബേജാറാണ്, മുതൽ പോകുന്നുള്ള ബേജാറാണ്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് കൂട്ടിയാൽ 4 ഭാര്യമാരുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സ്വത്ത് കുട്ടികളുണ്ട്, അതിലൊക്കെ കുട്ടികളുണ്ട്. അപ്പോ ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ഒരു ഭാര്യയ്ക്ക് കിട്ടിയ ഊഴെന്ന് പറഞ്ഞാൽ ആകെ സ്വത്തിന്റെ 8/1 4/1 അല്ലെ?
ആകെ സ്വത്തിന്റെ 1/4 ഈ കേൾക്കുന്നത് 4000 ദിർഹംസ്. അത് ഏത് ചില്ലറത്തുട്ട് മാത്രം. എത്ര വലിയ മുതലാളി അബ്ദുറഹ്മാൻ ബിൻ ഔഫ്? ഒരു എതിർപ്പില്ല. പക്ഷേ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലത്തെ മുതലാളിയാവണം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മാത്രമാണ് റസൂലുള്ളാഹിയുടെ കുടുംബത്തെ പോറ്റിയത്. മനസ്സിലാക്കണം. റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിയുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പക്ഷേ റസൂലുള്ള എന്ന സന്തോഷം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അല്ലെ, ഖുർആൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ഭൗതിക സുഖങ്ങൾ ആഗ്രഹിച്ചാണെങ്കിൽ നബിയെ വിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് റസൂലുള്ളാഹിയെയാണ് വേണ്ടത്, ആഖിറത്തിലെ സുഖങ്ങളാ വേണ്ടത്. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം മുഴുവൻ ഉമ്മഹാത്തുൽ മുഅ്മിനീനെയും തീറ്റിപ്പോറ്റി വളർത്തിയത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ എന്നും അവർക്കുള്ള ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വലിയ ധനാഢ്യനായിരുന്നു. അതുപോലെ ഇല്ലാത്തവർക്ക് കൊടുത്തിട്ടുണ്ട്, സ്വതക്ക ചെയ്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഇല്ലാത്തവന്റെ കഷ്ടപ്പാടുകൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ഈ റമദാൻ മാസത്തിൽ എത്ര റിലീഫുകൾക്ക് അവസരം കിട്ടി, നമ്മൾ എത്ര പേര് പങ്കെടുത്തു അല്ലേ? വീട്ടിലേക്ക് പിരിവുകാർ വന്ന് കയറുമ്പോ ഞാനും നിങ്ങളും കൊടുത്ത ചില്ലറത്തുട്ടുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു 100 റുപ്യ എടുത്ത് കൊടുക്കാൻ കഴിയുന്ന നമ്മള് അപ്പോഴും 5 റുപ്യയും 2 റുപ്യയും 3 റുപ്യയും തരുന്നില്ലേ? ഒന്ന് ശരിക്കും ആലോചിക്കണം. മനസ്സിനോട് ചോദിക്കണം ഈ ചോദ്യം. അപ്പോഴേ സമ്പത്തിനോട് ഭ്രമമുണ്ടോ അതോ അനുവദിക്കപ്പെട്ട സ്നേഹം മാത്രമാണോ എനിക്കും നിങ്ങൾക്കും നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഇനി ഖുർആൻ പറഞ്ഞത് ദഹബ് ഫില്ലത്ത് പ്രത്യേകിച്ചാണല്ലോ, സ്വർണം വെള്ളി. അതിനോട് തന്നെ ഒരു ഭ്രമം കാലാകാലം മനുഷ്യർക്ക് നിലനിൽക്കോ? തീർച്ചയായും. നോക്കൂ നിങ്ങൾ, സ്വർണം വെള്ളിയോടുള്ള ഭ്രമമാണ് സ്വർണത്തിന് ഈ രൂപത്തിൽ തീപ്പൊടുന്ന വിലയിലേക്ക് എത്തിച്ചത്. ഞാൻ പറയുന്നു, എന്റെ ശബ്ദം ഇൻഷാ അല്ലാഹ് സഹോദരിമാർ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഈ ശബ്ദം എത്തിക്കാൻ കഴിയും. ഇനി മാത്രവുമല്ല, ഇതിന്റെ സീഡികൾ ഇറങ്ങുമ്പോൾ ധാരാളം സഹോദരിമാരുടെ കാതിൽ ഇത് കേൾക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും പെങ്ങന്മാരും സ്വർണത്തോടുള്ള ഭ്രമം അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഇത് കൂട്ടാനിലരക്കാൻ പറ്റുന്ന സാധനമല്ല. അതുകൊണ്ട് ഇതിന് വില കുറയുക തന്നെ ചെയ്യും. ഇത്രയും തീപ്പൊള്ളുന്ന വില സ്വർണത്തിന് കൂടാൻ കാരണം പെണ്ണുങ്ങളുടെ സ്വർണഭ്രമം കൂടിയതുകൊണ്ടാണ്. സ്വർണഭ്രമവും വെള്ളിഭ്രമവും അവസാനിപ്പിക്കുക തന്നെ വേണം, എങ്കിലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെണ്ണുങ്ങളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, വൈലുൽ ലിന്നിസാ, പെണ്ണുങ്ങളുടെ നാശം. റസൂലുള്ളാഹി പറഞ്ഞു, പെണ്ണുങ്ങളുടെ നാശം മിനൽ അഹ്മറൈനി, 2 ചുവന്ന വസ്തുക്കളിലാണ് പെണ്ണുങ്ങൾ തകർന്നു പോകുക. വൈലുൽ ലിന്നിസാഇ മിനൽ അഹ്മറൈൻ. ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അദ്ദഹബി വൽ മുഅസ്ഫർ. ഒന്ന് സ്വർണവും മറ്റൊന്ന് ചായം മുക്കിയ ഡ്രസ്സും. സ്വർണവും ഡ്രസ്സും, ഈ 2 ഭ്രാന്തിലാണ് പെണ്ണുങ്ങൾ നശിച്ചു പോകുക എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വൈലുൽ ലിന്നിസാഇ മിനൽ അഹ്മറൈൻ അദ്ദഹബി വൽ മുഅസ്ഫർ സദഖ റസൂലുള്ളാഹി. അപ്പോ ആഭരണവും വസ്ത്രവും, ഈ 2 ഭ്രമം തന്നെ അല്ലേ എന്ന് പെണ്ണുങ്ങൾക്കുള്ളത്? ആഭരണം മോഡൽ ഇങ്ങനെ മാറ്റിയിട്ട് നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇമ്പം തീരുന്നുണ്ടോ? ഇത്തരം ഒരു പെണ്ണിനാർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവനൊരു വൈക്കാവും. ഈ ഇരിക്കുന്നവർ പലരും ഉണ്ടാവും. ചിലപ്പോൾ ആഭരണ ഭ്രമം തലക്ക് പിടിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ മോഡൽ ഭ്രാന്തൊക്കെ ഇങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ മാറണം. അവർക്ക് ധാരാളം ഇതിങ്ങനെ മോഡലുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം, സൈസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിലൊക്കെ പഴയ സ്വർണവും പുതിയ സ്വർണവുമായിട്ടുള്ള ഒരു വ്യത്യാസം അങ്ങനെ പോകും. പിന്നെ പണിക്കൂലി എന്ന് പറഞ്ഞിട്ടൊരു സംഗതി അത് അങ്ങനെ പോകും. പണിക്കുറവ് എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു സംഗതി അത് അങ്ങനെയും പോകും. അല്ലെ, പണിക്കുറവ് പറഞ്ഞിട്ടൊരു സംഗതി ഇല്ലാന്നാണ് ജ്വല്ലറിക്കാർ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അങ്ങനെ സംഗതി ഇല്ല. വളരെ കൃത്യമായിട്ടാണ് സ്വർണത്തിന്റെ പണിയെടുക്കുന്നത്. അതിലൊരു തരി പോലും നഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചത്, പിന്നെന്തിനാ ഈ പണിക്കുറവ്? അപ്പോ ഒരു ജ്വല്ലറിക്കാരൻ പറഞ്ഞു, ഉസ്താദെ പിടിച്ചു നിൽക്കുന്ന ഇതുമ്മലാണ്, ഈ പണിക്കുറവ് എന്നുള്ള ഇമ്മലാണ്. സംഗതി അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പൊ അതൊക്കെ ആലോചിക്കേണ്ടതാണ്. ഇനിയോ ബഹുമാനപ്പെട്ട ഹസ്സത്ത് റളിയല്ലാഹു അൻഹാ, ഹസ്സത്ത് റളിയല്ലാഹു അൻഹ പറയുന്ന, ഹജ്ജനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയോടൊപ്പമുള്ള ഒരു ഹജ്ജ് യാത്രയിലാണ്. നബിയോടൊപ്പം ഹജ്ജ് ചെയ്യാണ്. അപ്പോ ഞങ്ങള് ദഹലാലയില അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ അടുത്ത് കടന്നു വന്നു. പെണ്ണുങ്ങൾ ഇരിക്കുന്ന ഭാഗത്തുകൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയി, വഅന ഫീ നിസ്വ, ഞാൻ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഹസ്രത്ത് റളിയല്ലാഹു അൻഹു പറയാൻ, ആ ഹജ്ജിൽ ഞാൻ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ ഞങ്ങളുടെ അടുത്തുകൂടെ അങ്ങ് കടന്നു വന്നത്. കടന്നു വന്നപ്പോൾ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഫഖാല വൈലുകുന്ന മിനൽ അഹ്മറൈൻ, വൈലുകുന്ന മിനൽ അഹ്മറൈൻ, പെണ്ണുങ്ങളെ നിങ്ങളുടെ നാശം, നിങ്ങൾ തകരുന്നത്, നിങ്ങൾ വഷളാകുന്നത്, നിങ്ങൾ ഉപ്പുവച്ച കലം പോലെയായി തീരുക. മിനൽ അഹ്മറൈൻ, 2 വസ്തുക്കളോടുള്ള ഭ്രമത്തിലാണ് കേട്ടോ, 2 ചുവന്ന വസ്തുക്കളോടുള്ള ഭ്രമത്തില്. അപ്പം കുല്ലാ, ഞങ്ങൾ ചോദിച്ചു, വമൽ അഹ്മറാനി യാ അബൂബക്കർ,
അബൂബക്കർ, ഞങ്ങൾ തകർന്നു പോകുന്ന ആ 2 ചുവന്ന വസ്തുക്കൾ ഏതാ പറഞ്ഞു തരാമോ? 2 വസ്തുക്കളോടുള്ള ഭ്രമം കൊണ്ട് ഞങ്ങൾ തകരുന്നു പറഞ്ഞു. അതേതാണ് പറഞ്ഞു തരുമോ? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പറഞ്ഞ മറുപടി അസ്സഹബു വസ്സഅഫറാനു, ഒന്ന് സ്വർണ്ണമാണ്, മറ്റൊന്ന് കുങ്കുമമാണ് എന്ന് പറഞ്ഞാൽ ആഭരണ ഭ്രമവും സൗന്ദര്യവർദ്ധക വസ്തുക്കളോടുള്ള ഭ്രമവും ഇതും പെണ്ണുങ്ങളെ പറ്റിക്കും. ഇനി നബി പറഞ്ഞതും സിദ്ദീഖ് പറഞ്ഞതും കൂടെ എന്നാണ് കൂട്ടിയെത്തി നോക്കി. നബി പറഞ്ഞത് ആഭരണപരമവും വസ്ത്രപരവും, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആഭരണപരമവും സൗന്ദര്യവർദ്ധക വസ്തുക്കളും. അപ്പൊ 3 വസ്തുക്കളോടുള്ള ഭ്രമം, ആഭരണഭ്രമം, അതുപോലെ തന്നെ വസ്ത്രഭ്രമം, സൗന്ദര്യവർദ്ധക വസ്തുക്കളോടുള്ള ഭ്രമം. ഇത് 3 അല്ലാതെ വേറെ 4ാമത്തെ ഒരു വഴിയിൽ നിങ്ങളുടെ പെണ്ണിന്റെ കാശ് പോകുന്നുണ്ടോ? ഈ ഇരിക്കുന്ന ഓരോരുത്തരും ആലോചിക്കണം. ശരിയെന്നല്ലേ ഇത്? നമ്മൾ നല്ലപ്പം കാലത്ത് ചോര നീരാക്കി അധ്വാനിക്കുക, എന്നിട്ട് ഇവളുടെ കിളിക്കൊഞ്ചൽ കേട്ടിട്ട് ഇവൾ പറയുന്നത് അങ്ങനെ തന്നെ വിട്ടുകൊടുക്കുക. ഒരു മാസം അങ്ങാടി കണ്ടാൻ ഒരു 10,000 വിട്ടുകൊടുക്കാൻ. നേരം വെളുത്താൽ നമ്മുടെ പെണ്ണിറങ്ങി അല്ലേ? നേരം വെളുത്താൽ ഒരു ഹാൻഡ് ബാഗും എടുത്തിട്ട് അവൾ ഇറങ്ങി. നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ ഒരു കുറ്റിപ്പാളുണ്ടാകാറുണ്ടായിരുന്നു. ഇതുപോലെ ഒരു സാധനം ഇത് തൂക്കിയിട്ടിട്ട്, ഈ ബാഗും തൂക്കിയിട്ടിട്ട് ആ പെണ്ണിങ്ങോട്ട് ഇറങ്ങി, ഈ മേടയും തൂക്കിയിട്ട് അവൾ ഇറങ്ങി. അവൾ എവിടെയാ കയറി ഇറങ്ങുന്നത്? ഞാൻ പറയുന്നു, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വളരെ സത്യമാണത്. വൈലുൽ നിസാഇ മിനൽ അഹ്മറൈൻ വൈലുകുന്ന മിനൽ അഹ്മറൈൻ. മുത്തുനബിയും സിദ്ദീഖുൽ അക്ബറും പഠിപ്പിച്ചതിനനുസരിച്ച് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് ഈ റമദാനിൽ നിങ്ങൾ പോയി നോക്കിയാൽ പെണ്ണിനെ കാണാൻ കഴിയാം. പെണ്ണുങ്ങൾ മാറി മാറി അങ്ങാടിയിൽ ആടിനെ വിട്ടതുപോലെ നടക്കാൻ ഈ പെണ്ണുങ്ങൾ മാറി മാറി കയറി ഇറങ്ങുന്നത് ഈ 3-4 കടയിൽ മാത്രമാണ്. ഇറച്ചിക്കടയിൽ ഉണ്ടാവില്ല, മത്സ്യ മാർക്കറ്റിൽ ഉണ്ടാവില്ല, അരിക്കടയിൽ ഉണ്ടാവില്ല. പെണ്ണിനെ നിങ്ങൾക്ക് കാണണോ 3 കട. ഒന്നും ഇറങ്ങി മറ്റേക്ക്, അതിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേ. അതേതാ? ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ടെക്സ്റ്റൈൽസ്, ടെക്സ്റ്റൈൽസ് നിന്ന് ഇറങ്ങിയിട്ട് ഫാൻസി. 3ാമത്തെ ഒരു സംഗതി ഇല്ല. പണം മുഴുവൻ കൊണ്ടുപോയി തുലക്കുന്നത് ഇവിടെയാണ്. ഇവരാണ് നാളെ പടച്ചവന്റെ അടുത്ത് പറയാ വെറുതെ അനാവശ്യമായി ഞാൻ എന്റെ പണം തുലച്ചു കളഞ്ഞല്ലോ എന്ന് നാളെ ആഖിറത്തിൽ പറയും. എന്നാണോ പെണ്ണിനിതിന് മാറ്റം വരുന്നത്, അന്നേ ഈ പെണ്ണിനെ സംരക്ഷിക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ അധ്വാന ഫലം നമുക്ക് സംരക്ഷിക്കാനും ബാക്കി വെക്കാനും കഴിയൂ. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബിനികൾക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ. ഇതൊരു ഭ്രമം തന്നെയല്ലേ? ഇതാണ് അപകടകരമായ ഭ്രമം. ഇങ്ങനെ അങ്ങോട്ട് ചർച്ച ചെയ്താൽ വളരെ കൂടുതൽ പറയാനുണ്ട്. ഇനി നമ്പർ 4, വൽ ഖൈലിൽ മുസവ്വമ, മേത്തരം വാഹനങ്ങളാണ്. വൽ ഖൈലിൽ മുസവ്വമ, മേത്തരം വാഹനങ്ങളോടുള്ള ഭ്രമം. 10 മിനിറ്റിനുള്ളിൽ ഇൻഷാ അല്ലാഹ് എല്ലാം കൂടെ ഒതുക്കണം. മേത്തരം വാഹനങ്ങളോടുള്ള സ്നേഹം. വൽ ഖൈലിൽ മുസവ്വമ, യാത്രക്കൊരു നല്ല വാഹനം ആകാം. ഇസ്ലാമിനൊരു എതിർപ്പുമില്ല. ഒരു വാഹനം ഉപയോഗിക്കുന്നതിന് ഇസ്ലാം എതിർപ്പ് പറയുന്നുണ്ടോ? വാഹനത്തെ സ്നേഹിക്കുന്നതിന് എതിർപ്പ് പറയുന്നുണ്ടോ? വാഹനത്തോട് സ്നേഹം ഉണ്ടാകാം, പക്ഷെ ഭ്രമം ഉണ്ടാകരുത്. ഭ്രമം എങ്ങനെയെന്ന് പറയാം? ഭ്രമം ഉണ്ടാകരുത്, സ്നേഹമാവാം. യാത്രക്ക് നല്ലൊരു വാഹനം, അത് ഓരോരുത്തരുടെ യാത്രക്കനുസരിച്ചാണ് വാഹനം. യാത്രക്കനുസരിച്ചാണ്. ഒരാൾക്ക് കൂടുതൽ യാത്ര ചെയ്യാനുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് വാഹനം വേണ്ടി വരിക. അത് ഓരോരുത്തരും നിർണ്ണയിക്കേണ്ടതാണ്. അവന്റെ യാത്രക്കനുസരിച്ച് എത്ര വാഹനം വേണം, എത്ര വലിയ വാഹനം വേണം, എത്ര നല്ല വാഹനം വേണം. യാത്രക്കൊരു നല്ല വാഹനം ആകാം. വൽ ഖൈലിൽ മുസവ്വമ, ഖൈല് എന്ന് പറഞ്ഞ് നിർത്തല്ല, കുതിര എന്ന് പറഞ്ഞ് നിർത്തല്ല ചെയ്തത്, മറിച്ച് മേത്തരം കുതിര. വൽ ഖൈലിൽ മുസവ്വമ, അങ്ങനെയാ ഖുർആൻ പറഞ്ഞു. ഇത് വിശദീകരിച്ചെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു നല്ലൊരു വാഹനമാവാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? വഇന്ന മിൻ സആദത്തി ബിനി ആദം, മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് അൽ മർഅതു സാലിഹ, നല്ല ഒരു പെണ്ണ്, വൽ മസ്കനു സാലിഹ്, നല്ല ഒരു വീട്, വൽ മർകബു സാലിഹ്, നല്ല ഒരു വാഹനം. ഇത് മനുഷ്യന്റെ സൗഭാഗ്യമാണ്. മറ്റൊരു ഹദീസിൽ 4 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഒരു കുട്ടി, അതും കൂടി എണ്ണിയിട്ടുണ്ട്. ഒരു ഹദീസിൽ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഒരു കുട്ടിനെയും കൂടെ എണ്ണിയിട്ടുണ്ട്. നല്ല പെണ്ണ്, നല്ല വീട്, നല്ല വാഹനം, നല്ലൊരു കുട്ടി. ഇതൊരു മനുഷ്യന്റെ സൗഭാഗ്യമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭവം ശരിയാ. ഇത് 4 നന്നായാലും അവന് സുഖമായിരിക്കും. ഇത് 4 വടക്കായാലോ? 4 സൂക്കങ്ങൾ അല്ലേ? റസൂലുള്ളാഹി പറയുന്നു വഇന്ന മിൻ സഖാവത്തി ബിനി ആദം, ഒരു മനുഷ്യന്റെ ക്ലേശം എന്താണെന്നറിയോ? ഒരു മനുഷ്യന്റെ പരാജയം, ക്ലേശം, അത് ഈ 4 കാര്യം തന്നെയാണ്. നേരെ ഉൽട്ട. അൽ മർഅതു സൂ, ചീത്ത പെണ്ണ്, വൽ മസ്കനു സൂ, ചീത്ത വീട്, വൽ മർകബു സൂ, ചീത്ത വാഹനം.
ചീത്ത കുട്ടി. ഇത് 4 കിട്ടിയ ഓനൊരു വഴിക്കാവും. ഇത് ഓരോന്നുള്ളവർക്കറിയാം. പെണ്ണ് ഇത്തരത്തിലുള്ള നല്ല ഒരു പെണ്ണിനെ കിട്ടിയവർക്കും ചീത്ത ഒരു പെണ്ണിനെ കിട്ടിയവർക്കും അത് തിരിച്ചറിയും. സൗഭാഗ്യവും ആ ദൗർഭാഗ്യവും. ഒരു തരത്തിലുള്ള ഒരു ചീത്ത പെണ്ണിനെ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനെ തിരിയും. ഏത് ആ പറഞ്ഞത് ശരി തന്നെ ഉസ്താദേ എന്ന് പറയും. കാരണം ശരിക്കും അനുഭവമായിരിക്കും. അനുഭവമാകുമ്പോഴാണല്ലോ വേഗം സമ്മതിക്കുക. കാരണം ജീവിതാന്തം വരെ അത് സഹിക്കണം. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബത്തെ നന്നാക്കി തരട്ടെ. നല്ലൊരു പെണ്ണ് കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു കല്യാണം കഴിച്ചിട്ടില്ലാത്തവർക്ക് ദുനിയാവും ആഖിറവും സലാമത്താകുന്ന നല്ല മക്കളെ, നല്ല പെൺകുട്ടികളെ അള്ളാഹു അവർക്ക് നൽകട്ടെ. അതുപോലെ തന്നെ നല്ല വീട്, താമസിക്കുന്ന വീട് താമസിക്കാൻ കൊള്ളൂലെങ്കിൽ പൈശാചിക ബാധയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള വീടാണെങ്കിൽ ഒന്നിനും പറ്റില്ല. മാത്രമല്ല ഇതിന്റെ ഹദീസ് ഓപ്പോസിറ്റ് പറഞ്ഞപ്പോൾ വൽ മസ്കനു സൂഖ് എന്ന് മാത്രമല്ല, ചില ഹദീസുകളിൽ വൽ മസ്കനു വയ്യക്ക് എന്നാ പറഞ്ഞത്. കുടുസായ വീട് ഒരു മനുഷ്യന്റെ ക്ലേശാണ്. അപ്പൊ അത്യാവശ്യം കാലഘട്ടത്തിനനുസരിച്ച് സൗകര്യവും വിശാലതയും ഒക്കെ ഉള്ളൊരു വീട്. ഓവറാവണ്ട. കാലഘട്ടത്തിനനുസരിച്ച് സൗകര്യവും വിശാലതയൊക്കെ ഉള്ള ഓരോ കുട്ടികൾക്കും താമസിക്കാൻ 10 വയസ്സായ കുട്ടികളൊക്കെ വേറിട്ട് കിടത്താവുന്നതാണ്. അപ്പൊ അതിനൊക്കെ പറ്റിയൊരു വീട് ആവാം. അത്യാവശ്യം ഒരു വീട്. അതിന്റെ അപ്പുറത്തേക്ക് പറന്നു കിടക്കുന്ന വീടുകൾ പറ്റില്ല പറയാം. അത്യാവശ്യത്തിനൊരു വീട് ആവാം. അതൊരു നല്ല വീട് ആവാം. അത്യാവശ്യത്തിനൊരു വാഹനം, അതും ഒരു നല്ല വാഹനം ആകാം. അതിനൊന്നും കുഴപ്പം പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെയൊക്കെ ഓവർ വരുന്നത് എപ്പോഴാണോ അവിടെ വിമർശിക്കും. വാഹനം കേടുവന്നാൽ മർക്കബ് സൂൾ, അത് വണ്ടി പ്രസ്ഥാനമുള്ളവർക്കേ തിരിയുള്ളൂ. ഒരു വാഹനം കാണാൻ കേടുവരാനൊരുങ്ങിയാൽ ഒരു മനുഷ്യനെ വലക്കാന് കൂടുതലൊന്നും വേണ്ട. ഒരു കാറോ ബസ്സോ ലോറിയൊന്നും വേണ്ട ആവശ്യമില്ല. ഒരു 2 വീലർ മതി പഠിപ്പിക്കാനൊരുങ്ങിയാൽ. മര്യാദക്കല്ലെങ്കിൽ ഒരു വൈക്കാവും. നല്ല നിലക്കാണെങ്കിൽ നല്ല റാഹത്തായിട്ട് ഇങ്ങനെ പോകുന്നു. ഒരു മർക്കബ് സൂഖ് കുട്ടി എന്നറിയാ പിന്നെ പറയേണ്ടതില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശരിക്കും നമുക്ക് ബോധ്യപ്പെടുമ്പോൾ വലതു സൂഖ്. അപ്പൊ ശരിക്ക് നല്ല ഒരു വാഹനം, നല്ല ഒരു കുട്ടി, നല്ല ഒരു പെണ്ണ്, നല്ല ഒരു വീട്, ഇതൊക്കെ ഒരു മനുഷ്യന്റെ സ്വപ്നമാണ്, അവന്റെ സൗഭാഗ്യവുമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ ഒത്തവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ഇത് ആവശ്യത്തിനായിരിക്കണം വാഹനം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ആവശ്യമുള്ളവന്റെ വാഹനം കണ്ട് ആവശ്യം ഇല്ലാത്തയാള് അത് ഒരിക്കലും അമിതമാണെന്ന് പറയരുത്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിരുന്നതെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുപോലെ ആവശ്യത്തിന് വേണ്ടിയുള്ള വാഹനമാണ് നൽകിയിരുന്നത്. നല്ല അടിപൊളി സൗകര്യമുള്ള വാഹനങ്ങള്. ചെറിയ വാഹനമാണോ ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിരുന്നത്? ഒരിക്കലുമല്ല. വിശുദ്ധ ഖുർആനില് സൂറത്തു സബഇല് അതിന്റെ 12-ാം വചനത്തിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു, വലി സുലൈമാന റീഹ ഗുദൂഹാ ശഹറുൻ വറവാഹുഹാ ശഹർ വഅസൽനാ ലഹു ഐനൽ ഖുത്ർ വമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി ബിഇذن റബ്ബി വമൻ യസിഗ് മിൻഹും അൻ അംരിനാ നുദിഖുഹു മിൻ അദാബിസ് സഈർ. ഖുർആനിൽ സൂറത്തു സബഇലെ 12-ാം വചനം. സൂറത്തു സബഇൽ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലി സുലൈമാന റീഹ്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കാറ്റിനെ നാം സംവിധാനിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിലെ അത്യാധുനിക സൗകര്യം, ഇന്ന് പോലും നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു സൗകര്യം അള്ളാഹു കൊടുത്തത്. ഇന്ന് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സൗകര്യങ്ങളൊക്കെ ആലോചിക്കാം. പക്ഷെ മഹാനവറുകൾക്ക് കാറ്റത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് മഹാനവറുകളുടെ കട്ടിൽ, ആ കട്ടിലിൽ കയറിയിട്ട് വിസ്മയാർ ചൊല്ലിയ കാറ്റത്തത് പൊങ്ങി അങ്ങനെ പോകുകയാണ്. നല്ല സ്പീഡിൽ ഇങ്ങനെ പറക്കും. അത് കൂടുതൽ പരിവാരങ്ങളൊക്കെ ആവശ്യമാണ്. കാരണം ലോകം മുഴുവൻ അടക്കി ഭരിച്ച രാജാവാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. ലോകം മുഴുവൻ അങ്ങനെ അടക്കി ഭരിച്ച ഏതാനും ആളുകളുടെ ചരിത്രത്തിൽ അതിൽപ്പെട്ട ഒരാളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതേക്കുറിച്ച് പലപ്പോഴും പറയാറുള്ള, ഈ ചരിത്രം പറയുമ്പോൾ സോളമൻ രാജാവിനാണ്. നമ്മളെ സമയത്ത് രാജാവ് എന്നതിനപ്പുറത്ത് നബിയാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി ആയതുകൊണ്ട് രാജാവാകാം. അങ്ങനെയാണ് സംഗതിയുള്ളത്. അപ്പൊ ഏതാവട്ടെ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ലോകം മുഴുവൻ അടക്കി ഭരിക്കേണ്ട നേതാവായതുകൊണ്ട്, രാജാവായതുകൊണ്ട്, ഇപ്പൊ ഇവിടെയാണെങ്കിൽ, ഇപ്പൊ കൊണ്ടോട്ടിയിലാണുള്ളതെങ്കിൽ അടുത്ത നിമിഷം ഡൽഹിയിലെത്തണം, പറക്കണം. അതിന് കാറിൽ പോയാൽ എത്തൂല,
കുതിരവണ്ടിയിൽ പോയാൽ എത്തൂല. അന്നത്തെ സാഹചര്യത്തിൽ കുതിരയിലും അതുപോലെ തന്നെ ഒട്ടകത്തിലും ഒന്നും പോയാൽ എത്തൂല. അപ്പൊ അല്ലാഹു തആല അന്തരീക്ഷത്തിൽ ഒരു യാത്ര മാധ്യമം അല്ലാഹു ഒരുക്കി കൊടുക്കുക. അതിന്റെ സ്പീഡ് എത്രയായിരുന്നു? ഒരു പ്രഭാതയാത്ര 1 മാസത്തെ ദൈർഘ്യം മുറിച്ചു കടക്കും. ഒരു പ്രദോഷയാത്ര വീണ്ടും 1 മാസത്തെ ദൈർഘ്യം മുറിച്ചു കടക്കും. അപ്പൊ ഉച്ചക്കൊന്ന് വിശ്രമിച്ചാലും, തുറന്ന യാത്രയാണ്, ഉച്ചക്കൊന്ന് വിശ്രമിച്ചാലും രാവിലെയും വൈകുന്നേരവുമായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ 2 മാസം പിന്നിടേണ്ട ദൂരം പോകും. അത്രയും സ്പീഡിലാണ് പോയിരുന്നത്. കാരണം എന്താ? സുലൈമാൻ നബിക്ക് അത് ആവശ്യമുണ്ട്. സുലൈമാൻ നബിക്ക് ഓവറല്ല. അപ്പൊ അവിടെയൊക്കെ പണിയെടുപ്പിക്കാനുള്ള ജിന്നുകളെ അള്ളാഹു ഒരുക്കി കൊടുത്തിരുന്നു. അതൊക്കെ ശേഷം പറയുന്നുണ്ട്. ഞാൻ ഓതി ആയത്തിൽ അതൊക്കെ ഉണ്ട്. ആയത്തുകൾ അർത്ഥം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ജിന്നുകളെ ഒരുക്കി കൊടുത്തിരുന്നു. ഭൂതവർഗത്തിൽ ഒരു കൂട്ടം തന്നെ മൂക്കയറിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുകയായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാം. പറഞ്ഞതൊക്കെ കേൾക്കും. അങ്ങനെയായിരുന്നു അതിന്റെ അവസ്ഥ. അവസാനം ബൈത്തുൽ മുഖദ്ദസിന്റെ പണി പൂർത്തിയാകാനുള്ളപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ വഫാത്തായതിന്റെ ശേഷം പോലും അള്ളാഹു ഇങ്ങനെ നിർത്തി. എന്നിട്ട് ഇടക്കിടക്ക് സുലൈമാൻ നബിനെ നോക്കുമ്പോൾ പൊരിഞ്ഞ പണിയെടുക്കും ചെയ്യും. ഖുർആൻ പറയുന്നു, സുലൈമാൻ നബി വഫാത്തായിട്ടാണ് നിയന്ത്രിച്ചത്. നോക്കുങ്ങൾ, വഫാത്തിന് ശേഷം നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ആരെയും പറഞ്ഞു? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ തന്നെ ഒരു അനുഭവമല്ലേ. പച്ചയായിട്ട് ഭൂമി ലോകത്ത് നടന്നതാണ്. പിന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വീഴുന്നത്. അമ്പിയാക്കളുടെ ശരീരമാണല്ലോ, അത് പിന്നെ ജീർണിക്കുന്ന പ്രശ്നമില്ലല്ലോ. കുത്തിപ്പിടിച്ചിരുന്ന വടി, ആ വടിക്ക് ചെതല് കയറിയിട്ട് അത് വീഴാണ്. അപ്പോഴാ അവർ മനസ്സിലാക്കിയത്. അവർ പറഞ്ഞു, നമുക്ക് ഗൈബ് അറിയുമെങ്കിൽ ഈ അപകടമില്ലായിരുന്നു, സുലൈമാൻ രാജാവ് എപ്പോഴോ മരിച്ചിട്ടുണ്ട് എന്നവർ പിന്നെ പറഞ്ഞു. അതുകൊണ്ട് ആ ജിന്നേക്ക് ഗൈബ് അറിയൂല എന്ന് പറഞ്ഞത്. ആരും അങ്ങനെ വിശ്വസിക്കും ചെയ്യരുത്. ജിന്നേക്ക് ഗൈബ് അറിയുന്നു, ഖുർആനാ പറയുന്നത്. നമുക്ക് ഗൈബ് അറിയുമെങ്കിൽ നമ്മൾ ഈ വഷളത്തരം താങ്ങേണ്ടിയില്ലായിരുന്നു. സൂറത്ത് ജിന്നിലുണ്ട് സംഭവം, അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജിന്നേക്ക് ഗൈബ് അറിയുമെന്ന് പറഞ്ഞ് അങ്ങനെ പറയരുത്. പിന്നെ ജിന്ന് കൂടി ആളുകൾ ഗൈബ് പറയുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിന് വേറെ കാരണമുണ്ട്. ജിന്ന് നമ്മളെ മാതിരിയല്ല, സഞ്ചാര വേഗത കൂടിയ ആളാണ് ഒന്ന്. അപ്പൊ അവിടെയുള്ള വിവരം ഞൊടിയിട കൊണ്ട് എത്തിക്കാൻ കഴിയും ജിന്നിന്. രണ്ടാമത്തേത്, ജിന്നിന് പ്രായം കൂടുതലാണ്. 3500-4000 വർഷമൊക്കെ ജീവിക്കും. അപ്പോൾ 4000 കൊല്ലമുള്ള ജിന്നാണ് എന്റെ കൂടെ കൂടിയതെങ്കിൽ ആ ജിന്ന് തരുന്ന വിവരങ്ങൾ എനിക്ക് പറയാൻ കഴിയും. ഇതിന്റെ അർത്ഥം ഗൈബ് അറിയാന്നല്ല, അയാളെ അനുഭവം പറയാം. അതാണ് സംഭവം. അപ്പൊ ഗൈബ് എന്തായാലും അറിയില്ല, അത് ഖുർആൻ സാക്ഷിയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കാറ്റൊതുക്കി കൊടുത്തു, ഒരുക്കി കൊടുത്തു വാഹനമായിട്ട്. എന്തേ കാരണം? അത് ആവശ്യമുണ്ട്. എന്തിനാപ്പ ഞാൻ പറഞ്ഞത് അറിയോ? ചില ആളുകൾ വളരെ വലിയ വഷളത്തരം പറയാറുണ്ട്. വലിയ ഒരു ആലിം, വലിയൊരു പണ്ഡിതൻ, ലോകം മുഴുവൻ കറങ്ങിയെത്തേണ്ട ആളാണ്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ അടുത്ത ദിവസം ഡൽഹിയിലെത്തണം, കാര്യങ്ങൾ നോക്കണം, തീരുമാനിക്കണം. ഇങ്ങനെയുള്ള ഒരു പണ്ഡിതൻ നല്ല ഒരു കാർ ഉപയോഗിച്ചാൽ, അദ്ദേഹത്തിന് നല്ലൊരു വാഹനം ഉണ്ടായാൽ, അദ്ദേഹത്തിന്റെ കാറിന്റെ ടയറിന്റെ വണ്ണം, അതിന്റെ എണ്ണം, അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമയം കളയുന്ന കുറെ ആളുകളുണ്ട്. അരുത്. കാരണം ആവശ്യത്തിനാണ് വാഹനം. ആവശ്യമില്ലാത്തവന് വേണ്ട, ആവശ്യമുള്ളവർക്ക് വാഹനം വേണ്ടി വരും. ആവശ്യത്തിനനുസരിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാഹനം അനുവദിച്ചത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രവർത്തന മണ്ഡലത്തിന്റെ വ്യാപ്തിയാണ്. പ്രവർത്തന മണ്ഡല വ്യാപ്തി കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലായി, ഈ പറയുന്നയാൾ വായനശാലയിൽ ഇരുന്ന് ഈ അഭിപ്രായം പറയുന്നവൻ ഇവന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് ഇവൻ വായനശാലയിലേക്ക് വന്നിരിക്കുക, അല്ലെങ്കിൽ 1/2 കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ. ആ വീട്ടിൽ നിന്ന് വായനശാലയിലേക്ക് വന്നിരിക്കുക ഒരു ഇന്നോവ കാറിലായിരിക്കും. എന്നിട്ടാണ് വായനശാലയിലിരുന്ന് ഈ ആലിം അതിലെ അങ്ങോട്ട് ഒരു കാറിൽ അങ്ങോട്ട് പറന്നുപോയപ്പോൾ ഇയാൾ കുറ്റം പറയുന്നത്. ആലോചിക്കണം, ദിവസം 10 കിലോമീറ്റർ പോലും ഓടാത്ത ഇയാൾക്കൊരു ഇന്നോവ കാറുണ്ട്. എന്നിട്ടാണ് ഒരു ദിവസം 600-700 കിലോമീറ്റർ ഓടുന്ന ഒരു ആലിമിനൊരു കാർ അയാൾക്ക് ഓവറായി തോന്നിയത്. ഇത് ശരിക്ക് ഈ പറയുന്ന മനുഷ്യൻ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ഇങ്ങനെയല്ല നമ്മൾ ആലോചിക്കൽ പലപ്പോഴും. അപ്പൊ ആവശ്യം നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ വാഹനങ്ങൾ എത്ര വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ആവശ്യത്തിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ ആവാം, അതിന് ഇസ്ലാം വിമർശിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ മനുഷ്യൻ, ഈ വിമർശിക്കുന്ന മനുഷ്യന് ഇയാളുടെ മനസ്സ് വെച്ച് വായിക്കുകയാണെങ്കിൽ 1/2 കിലോമീറ്റർ ഓടാൻ എനിക്കൊരു ഇന്നോവ വേണമെന്നുണ്ടെങ്കിൽ ഈ വലിയ മനുഷ്യന് ഈ കാറും പോരല്ലോ, ഒരു ഹെലികോപ്റ്ററെങ്കിലും വേണ്ടെന്ന് ചിന്തിക്കുക, അങ്ങോട്ട് വളർന്നു ചിന്തിക്കാൻ പറ്റും. അങ്ങനെയാവില്ല. അള്ളാഹു നല്ലത് മനസ്സിലാക്കാനും നല്ലത് ചിന്തിക്കാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കുശുമ്പും കുറുമ്പും ഈ റമദാൻ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ പറയുന്നത് എന്നോടും നിങ്ങളോടുമാണ്. ഓരോരുത്തരും ആലോചിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുക.
വാഹനഭ്രമം പറ്റില്ല. എന്താ ഈ വാഹനഭ്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാഹനഭ്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമില്ലാതുള്ള വാഹനങ്ങൾ. ആ വീട്ടിൽ ഇവനാണ് യാത്ര ചെയ്യാനുള്ളത്, ഒരാൾക്ക് തന്നെ 3 വാഹനം അല്ലെങ്കിൽ 4 വാഹനം. അപ്പൊ നമ്മൾ ചോദിക്കാം, എന്തിനാ ആചാര്യ 4 കാറ്? ഒന്നുമല്ല, 4 പോർച്ചുണ്ട്, 4 ഭാഗത്തും പോർച്ചാണ്, അപ്പൊ 4 കാറ്. ഇതിനാണ് പ്രൗഢി എന്ന് പറയുന്നത്. അത് ആവശ്യത്തിനല്ല, ഇത് പ്രൗഢിക്ക് വേണ്ടിയാണ്. ഇതാണ് നബിതങ്ങൾ പറഞ്ഞത്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, തകൂനു ഇബിലുൽ ലിശയാത്തീൻ. ഖിയാമത്ത് നാളിന്റെ ലക്ഷണം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഖിയാമത്ത് നാൾ അടുക്കുമ്പോ പിശാചിന് വേണ്ടി പോറ്റി വളർത്തുന്ന ഒട്ടകങ്ങൾ വരും എന്ന് പറഞ്ഞ വാഹനങ്ങൾ. അതുകൊണ്ട് ഉദ്ദേശിച്ചത് പിശാചിന് വേണ്ടി നിരത്തിയിട്ട വാഹനങ്ങളുണ്ടാകും. ഓടാനല്ല, പ്രൗഢിക്ക് വേണ്ടി വാഹനങ്ങളുണ്ടാകും. അതുപോലെ തന്നെ പിശാചിന് വേണ്ടിയുള്ള റൂമുകളും ഉണ്ടാകും. ആവശ്യത്തിലധികം റൂമുകൾ എടുത്തിട്ടുണ്ടാകും പിശാചിന് താമസിക്കാൻ. ഒരാളുടെ പേരിൽ തന്നെ 4-5 വീട്. കച്ചവടക്കാർ ഇതിന് ഒഴിവാട്ടോ, കച്ചവടക്കാരെ പറ്റിയല്ല പറഞ്ഞത്. കച്ചവടക്കാർക്ക് വീടുകൾ ഉണ്ടാവും, അത് വിൽക്കാനുള്ളതാണ്, അത് വിൽപ്പന തിരക്കാം, കച്ചവട തിരക്കായിട്ട് ഉപയോഗിക്കുന്ന വീടുകൾ പറ്റൂല എന്നല്ല പറഞ്ഞത്. പിന്നെ വിൽക്കാൻ ഇയാൾക്ക് നീയത്തില്ല, വെറുതെ ഇവിടെ ഒരു വീട്, അവിടെ ഒരു വീട്, ഇവിടെ ഒരു ആഴ്ച താമസിക്കുക, അവിടെ ഒരു ആഴ്ച താമസിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ അത് അപകടമാണ്. ഓരോ മക്കൾക്ക് ഓരോ വീടാവാം. അതുപോലെ തന്നെ വിൽക്കാൻ വേണ്ടിയിട്ട് കച്ചവട തിരക്കായിട്ടിടുന്ന വീടുകൾ ഒരാളുടെ പേരിൽ തന്നെ ചിലപ്പോൾ 5-6 വീടുകളൊക്കെ ഉണ്ടാകും. അത് പാകം കിട്ടിയാൽ വിൽക്കണം എന്ന് കരുതി നിൽക്കുകയാണ്, ഓക്കെ, അത് അനുവദിക്കും. പക്ഷെ ഒരു കാര്യം ചെയ്താൽ മതി, കച്ചവട തിരക്കാകുമ്പോൾ അതൊക്കെ വിൽക്കുമ്പോഴും ലാഭം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ആലോചിക്കുക. കച്ചവട തിരക്കിന് സക്കാത്തുണ്ടാകും, അത് കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പാവങ്ങൾ രക്ഷപ്പെടും. ഈ റിയൽ എസ്റ്റേറ്റുകാരും അതുപോലെ തന്നെ ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഭൂമിക്ക് സക്കാത്തില്ല എന്ന് പറഞ്ഞത് വല്ലാത്തൊരു മുസീബത്തായി മാറിയിട്ടുണ്ട്. ഭൂമിക്ക് സക്കാത്തില്ല, ഈ ഭൂമിക്ക് സക്കാത്തില്ല എന്ന് പറഞ്ഞത് എന്താ, ഏതർത്ഥത്തിലാണ് ഇസ്ലാം അതാ പറഞ്ഞത്? വിൽക്കാൻ നീയത്തില്ലാത്ത ഭൂമിയെ കുറിച്ചാണ്. കച്ചവട തിരക്കായ ഭൂമിക്ക് സക്കാത്തുണ്ട്, കച്ചവട തിരക്കിന് സക്കാത്തുണ്ട്. റിയൽ എസ്റ്റേറ്റുകാർ മര്യാദക്ക് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പാവങ്ങളും ഉണ്ടാവില്ല. അക്കോലത്തിലാണല്ലോ പറയുന്നത്. ഉറപ്പാണ്, കണക്ക് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളും തീരും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ ആലോചിക്കുന്നത് നല്ലതാണ്. കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി അവസാനം പറഞ്ഞത് വൽ അൻആമി വൽ ഹർസ്. വാഹന ഭ്രമത്തിന് പ്രത്യേകിച്ച് എന്നേണ്ട ഒരു സംഗതി ഉണ്ട്, ഞാൻ വിട്ടുപോയി, പറയേണ്ടതാണ്. വാഹനഭ്രമം എന്ന് പറയാൻ പറ്റിയ ഒരു സംഗതിയാണ് ഒന്ന് മോഡൽ ഭ്രാന്ത്. ഇപ്പൊ നല്ലൊരു വാഹനമുണ്ട്, 1 മാസമായിട്ടുള്ളൂ ഇറക്കിയിട്ട്, അങ്ങനെ കുറെ മുതലാളിമാരുണ്ട്. 1 മാസമോ 2 മാസമോ ആയിട്ടുള്ളൂ വാഹനം ഇറക്കിയിട്ട്, ഒരു ഇപ്പോഴത്തെ മോഡലാണ്, അത് കഴിഞ്ഞു കമ്പനി വേറെ മോഡൽ ഇറക്കി. അപ്പൊ നിരത്തിലൂടെ അങ്ങനെ ഓടുമ്പോൾ വേറെ പുതിയ മോഡൽ ഇങ്ങനെ കീറിപ്പായുമ്പോ ഇയാൾക്ക് തോന്നാണ് ഇനി അതാക്കണം. അപ്പൊ ഇത് കൊണ്ടുപോയി വിൽക്കുമ്പോൾ ഒരു 4-5 ലക്ഷം രൂപ നഷ്ടം. എന്നാ ആവട്ടെ അത്, എന്നിട്ട് അങ്ങേ പുറത്തൊരു 10 ലക്ഷം കൂട്ടിയിട്ട് സാധനം എടുക്കുക. ദൂർത്താണ്. കാരണം ഒരു കേടുമില്ലാത്ത വണ്ടിയാണ് ഈ കൊടുക്കുന്നത്. മോഡൽ ഭ്രാന്ത്, ഇത് ഭ്രമാണ്. ഇത് വാഹനത്തോടുള്ള ഭ്രമാവോ സ്നേഹമല്ല. എന്നതുപോലെ നമ്പർ ഭ്രാന്ത്. എത്ര ആളുകളുണ്ട് 313 നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 4444 നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ നമ്പറുകൾക്കൊന്നും ഒരു കഥയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ നമ്പറുകൾക്കൊക്കെ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഈ നമ്പറുകൾ വാങ്ങുന്നതെങ്കിൽ, ഒരു 313 കിട്ടാൻ 2 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയതെങ്കിൽ പടച്ചവന് മുമ്പിൽ കയ്യെത്തി മറുപടി പറയേണ്ടി, അല്ലാതെ രക്ഷപ്പെടൂല. എന്നിട്ട് ഇതിന്റെ പേര് ഇസ്ലാമും അല്ലെ, ഈ നമ്പർ ഭ്രാന്തിന്റെ പേരും ഇസ്ലാം. ഇതിൽ നിന്നാണോ നമുക്ക് ഈ ഭ്രാന്തികളൊക്കെ വന്നത്? എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ റേഷനരി വാങ്ങാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ആലോചിച്ചോ? ഒരു ആവശ്യമില്ലാതെയാണല്ലോ ഇതെറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്തരം സംഗതികൾ ഒഴിവാക്കേണ്ടതാണ്. പിന്നീട് നാൽക്കാലി സ്നേഹവും നാൽക്കാലി ഭ്രമവും. നാൽക്കാലികളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അർഹിക്കപ്പെട്ട രൂപത്തിൽ നാൽക്കാലികളെ സ്നേഹിക്കാം, ഒരിക്കലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം കുറ്റപ്പെടുത്തിയിട്ടില്ല. നാൽക്കാലിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് കൂലിയുണ്ട്, പുല്ലരിയുന്നതിന് കൂലിയുണ്ട്, വെള്ളം കൊടുക്കുന്നതിന് കൂലിയുണ്ട്, തീറ്റിപ്പോറ്റുന്നതിന് കൂലിയുണ്ട്. അത് ഓരോ പുൽക്കടി കടിക്കുമ്പോഴും ഇതിന്റെ ഉടമക്ക് പ്രതിഫലം കിട്ടും, സംശയിക്കണ്ട. ഇതൊക്കെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത് തന്നെയാണ്. പക്ഷേ നാൽക്കാലി ഭ്രമം അപകടമാണ്. നാൽക്കാലികളിൽ ഏതാ ഭ്രമം? നാൽക്കാലികൾ സക്കാത്തിന്റെ കണക്കെത്തിയ നാൽക്കാലികളുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. പശുവാണെങ്കിലും ആടാണെങ്കിലും ഒട്ടകാണെങ്കിലും ഒക്കെ കണക്കെത്തിയ സക്കാത്ത് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണില്ലെങ്കിൽ അവന് ഭ്രമമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഒന്ന്. ഇനി രണ്ടാമത്തെ ഭ്രമം, നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്ന ഒരു നാൽക്കാലി ഭ്രമമുണ്ട്. അതേതാണെന്നറിയോ?
കൊണ്ടോട്ടിക്കടുത്തെന്നാ പറയുന്നത്, വേഗം തിരിയും. കാളപ്പൂട്ട് കമ്പം എന്നിട്ടൊരു കമ്പുണ്ട്, അത് വല്ലാത്തൊരു കമ്പാ ഈ കാളപ്പൂട്ട് കമ്പം. ഇതിനു വേണ്ടി ലക്ഷങ്ങളും കോടികളും വലിച്ചെറിയുന്ന ഹാജിമാരും മുതലാളിമാരുണ്ട്. നല്ല ഒരു ഫണ്ടിലേക്ക് ഒരു 10 ഉറുപ്പ പോലും എടുത്തു കൊടുക്കാത്തവര് ഈ കാളപ്പൂട്ട് മത്സരക്കണ്ടത്തിലേക്ക് 10,000 വലിച്ചെറിയും, ലക്ഷങ്ങൾ വലിച്ചെറിയും, ഒരു വിഷമമില്ല. ഇതിനാണ് താൽക്കാലിക് ഭ്രമം എന്ന് പറയുന്നത്. എന്താ അതുകൊണ്ടൊരു കാര്യം? ഒന്നുമില്ല, ഒരു പ്രൗഢി. കണ്ടത്തിൽ മുന്നിൽ ഓടിയ സാധനമാണ്, അതുകൊണ്ട് അതിന് വില, ഇറച്ചിന്റെ വില കൂട്ടുകയാണെങ്കിൽ 10,000 ഉറുപ്പ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് അല്ല കണക്ക്, അതിന് വില 1 കോടി ഉറുപ്പ അല്ലെങ്കിൽ 4 ലക്ഷം ഉറുപ്പ അങ്ങനെ കൊടുക്കന്നെ. അതിനൊരു ദിവസം തിന്നാൻ കൊടുക്കണമെങ്കിൽ 5,000 ഉറുപ്പ, അതിനൊക്കെ റെഡിയാ. എന്നാ ഈ നാട്ടിൽ കഷ്ടപ്പെട്ട് കഴിയുന്നവരെ അയാൾ കാണുന്നില്ല. ഇതൊന്നും നല്ല വഴിയാണെന്ന് ഒരിക്കലും മനസ്സിലാക്കരുത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സുഹൃത്തുക്കളെ, കഴിഞ്ഞു, അവസാനിപ്പിക്കാം. ഇനി ഒരു ബന്ധവും കൂടെ ഉണ്ട്, അത് ഒറ്റ വാക്കിൽ അങ്ങോട്ട് പറയുന്നു. വൽ ഹർസ്, കൃഷി. ഭൂമിയിലെ അവസാനത്തെ അപ്പക്കഷ്ണമായിട്ട് 6ാമത്തെ അപ്പക്കഷ്ണമായിട്ട് എണ്ണുന്നു കൃഷി. ആ കൃഷിയോടുള്ള താല്പര്യം അള്ളാഹു പറഞ്ഞതുപോലെയാണെങ്കിൽ മഹാപ്രതിഫലമാണ്. കാരണം കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത്. അവർ കൃഷി ചെയ്ത സാധനം അവർ തിന്നാലും, കുടുംബം തിന്നാലും, മറ്റുള്ളവർ തിന്നാലും, അത് കാശിന് കൊടുത്താലും, അതുപോലെ തന്നെ പക്ഷികൾ വന്ന് കൊത്തി തിന്നതിനും ഒക്കെ അവർക്ക് പ്രതിഫലമാണ്. അവർ കൃഷി നിയ്യത്ത് നന്നാക്കി ചെയ്യാനെങ്കിൽ വലിയ കാര്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ഓക്കെ, അനുവദിക്കപ്പെടുന്നതാണ്. പക്ഷെ അതിലും അനുവദിക്കപ്പെടാത്തൊരു മുഖം ഉണ്ടാവണം. എല്ലാത്തിനും ഉണ്ടാവുന്നതിലുണ്ടല്ലോ. അതായത് ഹറാമായ കൃഷികൾ പറ്റില്ല, കൃഷി പറ്റും, പക്ഷേ കഞ്ചാവ് കൃഷി പറ്റില്ല. കൃഷി പറ്റും, ഹറാമായ കൃഷി പറ്റില്ല. കൃഷി പറ്റും, പക്ഷെ ആ കൃഷിയിൽ ഹറാമ് കലർന്നുകൊണ്ടുള്ള കൃഷികൾ പറ്റില്ല. ഹലാലായ മാർഗത്തിൽ സമ്പത്ത് ഒപ്പിച്ചിട്ട് കൃഷി ചെയ്യാം, അതൊന്നും പറ്റില്ല. അതേ രൂപത്തിൽ ഒരാൾ കൃഷി ചെയ്താൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞു ആ ഹദീസ് പറഞ്ഞു നിർത്തുകയാണ്. സത്തുകടയെ, നിർജീവമായ ഭൂമിയെ, വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയെ, ഒരു പുല്ലുപോലും മുളക്കാതെ പുറമ്പോക്കായി കിടക്കുന്ന ഭൂമിയെ ആരെങ്കിലും ചെന്ന് കൃഷി ചെയ്ത് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഹയാത്താക്കി കൊണ്ടുവന്നാൽ, ഏത് സ്ഥലം അന്യന്റെ ഹക്കിലുള്ളതാവരുത്. ലൈസത്തിൽ അഹദിൻ, ആ ഭൂമി ഒരാളുടേതുമല്ല. വലാ ഫീ ഹഖി അഹദിൻ, ഒരാളുടെ അവകാശത്തിലുമല്ല. ഒരാൾക്കും ഉടമപ്പെട്ടതുമല്ല, ഒരാളുടെ അവകാശത്തിലുമല്ല. തികച്ചും പുറമ്പോക്ക് ഭൂമി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റേത് പോലും അല്ല. വലാ ഫീ ഹഖി അഹദ്, ലൈസത്തിൽ അഹദിൻ വലാ ഫീ ഹഖി അഹദ്, ആരുടേതുമല്ല, പുറമ്പോക്കായി കിടക്കാൻ അതിന് ഒരവകാശവുമില്ല. ആ ഭൂമി തൈ വെച്ച, ആ ഭൂമിയിൽ തൈ നട്ട്, ആ ഭൂമിയിൽ കൃഷി ചെയ്ത് അതിനെ ഹയാത്താക്കിയെടുത്താൽ ഫഹിയലഹു, ആ ഭൂമി അവന്റേതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും വലിയ പ്രതിഫലമാണ്. അവന്റേതല്ലാത്തൊരു ഭൂമി അവനാണ് പതിച്ചു കൊടുക്കുക റസൂലുള്ളാഹി. എന്തിന്റെ പേരിൽ? കൃഷി ചെയ്തു എന്നതിന്റെ പേരിൽ. പരിശുഭൂമിയായി കിടക്കും, പക്ഷെ അതൊരാളുടെ അവകാശത്തിൽപ്പെട്ടതാവരുത് കേട്ടോ. കാരണം ഇത്തരം ഹദീസുകളൊക്കെ ഒരു കാലത്ത് ഇവിടെ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മുതലാളിമാരുടെ സമ്പത്ത് പിടിച്ചിട്ട് സാധുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇസ്ലാം പറഞ്ഞത് ലൈസത്തിൽ അഹദിൻ വലാ ഫീ ഹഖി അഹദി, ഒരാളുടെ ഉടമാവകാശത്തിലും ആവരുത്, ആരുടെ ഹക്കിലും ആവരുത്. അങ്ങനെയുള്ള ഭൂമിയെ തികച്ചും പുറമ്പോക്ക് ഭൂമി, അതാണ് കൃഷി ചെയ്ത് അതിനെ ഹയാത്താക്കിയാൽ അവന് കിട്ടുന്ന ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മാത്രം പറഞ്ഞു. ഇൻഷാ അല്ലാഹ്